ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்றைக்கி நம்ம பார்த்தீங்கன்னா சண்டே மூவி ஒரு கிளாசிக்ஸ் தான் பார்க்கலான்னு இருக்கும். கிளாசிக்ஸ் ஒர்க் அவுட் ஆகுது. ஸோ ஃபார் ஒரே ஒரு ஆவரேஜ் மூவி தான் பார்த்துருக்கோம், மற்றபடி எல்லாமே வேறு லெவலு. ஸோ அதே மாதிரி இன்றைக்கி நம்ம ஒரு கிளாசிக்ஸ் தான் பார்க்க போகிறோம். கிளாசிக்ஸ் எஸ். ஸோ இந்த படம் பார்த்தீங்கன்னா இப்போ ரீசெண்டாக ஒரு படம் பார்த்தோம். அதுக்கும் இவர் தான் டைரக்டர். இவருனாலே பயமா இருக்கு இப்போலாம். இல்ல கமெண்ட்ல போட்டாங்கடா அதனாலயா? ஓகே, படத்தை நம்பி பார்க்காதீங்க அப்படின்னு அவங்களே சொல்றாங்க. ஓகே, ஸோ இன்றைக்கி நம்ம பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா கிலுக்கம். ஜிங்கிள் கிளிகிளிப்பாக இருக்கும் பொழுது. ஸோ இந்த படத்தை டைரக்ட் பண்ணியிருக்கா பார்த்தீங்கன்னா பிரியதர்ஷன். ஸோ இந்த படத்துக்கு ஸ்டோரி அவர் தான் எழுதியிருக்காரு. இட்ஸ் பேஸ்ட் ஆன் ரோமன் ஹாலிடே. ஓகே, ஸோ இந்த படத்தோட கேஸ்டிங் யார் பார்த்தீங்கன்னா மோகன்லால், ஜெகதி ஸ்ரீகுமார், ரேவதி, திலகன், இன்னசென்ட். ஸோ இந்த படத்தோட இட்ஸ் மலையாளம் லாங்குவேஜ் காமெடி ட்ராமா ஃபிலிம். அந்த படமும் அப்படி தானே சொன்னாங்க, ஸ்க்ரூ பால் காமெடி. அட பாவிகளா, இந்த ஸ்க்ரூ பால் காமெடின்ட்டு ட்ராஜிக் என்டிங் கொடுத்தாங்கண்ணா அந்த படத்துக்கு சித்திரம். ஓகே, ஸோ இந்த படம் வந்து காமெடி ட்ராமான்னு சொல்லியிருக்காங்க, நான் நம்ப முடியாது. ஆமாம், ட்ராஜிக்னா அந்த ஜெனரிக் காமெடி ட்ராமான்னு போட்டிருக்கு. ஸோ ஓகே, ஸோ இது அந்த படத்தில் கேஸ்டிங் ஹோன்ற எல்லாமே சொல்லிருக்கோம். நம்ம கிலுக்கம் ரியாக்ஷன் போகலாம். இதே பொண்ணு எப்படி அது ஓட்டி 4 வீக்ஸ் கழிச்சு வந்துடும்ல ஓடிடி எல்லாம் படமும். நல்லா ஒன்றா ஏற்றி கேளுங்களா ஹெல்ப்லாம் இது மெட்ராஸா? ஹாட் வாட்டர் இருக்கா? ஸ்டீம் வாட்டர் அது. அது இந்த படத்தில் லிங்கா படத்தில் தண்ணி பிடிக்க ஓடுவாங்க இந்த மாதிரி ட்ரெயின் வரும்போது. அது வந்து நார்மல் டேங்க் வாட்டர். ஓ, வெல்கம் வெல்கம் சென்னை இல்லை, ஊட்டி. ஹனிமூன் காட்டேஜஸ். ஏய், அதே இடம் தான், அதே ட்ரெயின் ஷாட். வெல்கம் வெல்கம். அரே விஷாலி आप चिल्लाओ मत. नमस्ते सर. तुम पता करो वो इंस्पेक्टर जैद किधर है. मैं वो काम आज ही खत्म कर देगा. जी सर. നിന്റെ അച്ഛൻ ജോഡിയാടാ എന്നെ ഒരു കുതിരക്കളി പ്രാന്തനാക്കിയത്. was a wonderful jockey. The location of the notebook was ഓദിക്കുമാറില്ല. അച്ചുവേട്ടൻ നിന്റെ അപ്പൂപ്പൻ വന്ന് പെട്ടുപോയതാ മേട്ടുപാളയത്ത് സാഹിബിന്റെ തേയിലക്കണക്ക് എഴുതാൻ. പോയവരൊക്കെ പോയി സാർ. ഈ ഫ്ലാസ്കും തൂക്കി സാറിന്റെ കൂടെ നടക്കുന്ന എന്നെ പറ്റി സാർ ആലോചിക്കാത്തതാ. ഒരു ജോലി റിട്ടയർ ചെയ്ത് ഞാൻ എവിടെ പോയി ജോലി ഉണ്ടാക്കാനാ? നിനക്ക് പാചകം ചെയ്യാൻ പറ്റുമോ? വീട് തൂത്തുടയ്ക്കാൻ പറ്റുമോ? പറ്റുമെന്ന് നീ പറഞ്ഞാൽ പോലും ജൂലിയുടെ മകനെ കൊണ്ട് അത്തരം പണി ഞാൻ ചെയ്യിക്കില്ല. നോക്കട്ടെ, ആരോടെങ്കിലും പറഞ്ഞു നോക്കാം. ശരി സാർ, നാളെ രാവിലെ കാണാം. രക്ഷപ്പെട്ടു. കിളവൻ ഇങ്ങോട്ടല്ല, യവന ഞാൻ ഇന്ന്. നീ എന്തിനാണ് ഇത് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അങ്ങേര് നടക്കുന്നതിന്റെ കൂടെ നടക്കുന്നല്ലേ എന്റെ ജോലി. ഇങ്ങോട്ട് നടന്നു, ഞാനും നടന്നു. ജോലി എന്നെ പറ്റി നീ അങ്ങോട്ട് വല്ലതും പറഞ്ഞോ? നിന്നെ പറ്റി എന്തോന്ന് പറയാൻ? എന്തോന്നോ പറഞ്ഞല്ല. എന്ത് പറഞ്ഞു? അത് നിന്നെ പറ്റിയല്ല. ഒന്നും പറഞ്ഞല്ലോ. രക്ഷപ്പെട്ടു. എടുത്തു. എന്ത് ഈ കായപ്പെട്ടി പതിഞ്ഞില്ലേ? ഫിലിം ഉണ്ടെങ്കിലല്ലേ പതി. നീ സ്മോളിങ് എന്നെ സ്മോളൊന്നുമില്ല, എല്ലാം അങ്ങനെ കൂടി ചേർത്ത്. ഞങ്ങളുടെ കയ്യിൽ അമ്മാവന്റെ ഒരു ഫോട്ടോ ഇല്ല. ഇതിന്റെ ഒരു കോപ്പി എടുപ്പിക്കാം. അച്ഛന്റെ ഫോട്ടോ വീട്ടില്ല എന്ന് പറയുന്ന മോശമല്ലേ? ആര് പറയുന്നത്? നാട്ടുകാർ പറയില്ലേ? നാട്ടുകാർ പറയുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ല തനിക്ക് വേണ്ടിയല്ല. അല്ല, അതല്ല, ഇതിവിടെ വെച്ചിരിക്കുന്ന നാട്ടുകാർ പറയാതിരിക്കാൻ വേണ്ടിയല്ല. ഈ വലിയ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഈ ജസ്റ്റിസ് പിള്ള ഇന്ന് ആരും ആകുമായിരുന്നില്ല. ആ, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഏയ് ഇല്ല. എടോ കിട്ടുണ്ണി, തൂത്തുവാരി കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. ഒരു ദിവസം എല്ലാം കൂടി ഞാൻ തൂത്തുവാരും. തന്റെ അലക്കിതുവരെ തീർന്നില്ലടോ? തീർന്നേ. ഒരു ദിവസം ഞാൻ ഒരു അലക്കാലം ஒரு பேக்கேஜ் போடுது அப்படியே எത്ര ബെഡ്ഷീറ്റ് പുതിയ മാറ്റി വിരിച്ചോടോ? വിരിച്ചു സാറേ. ഇയാൾക്ക് പായ കിടന്ന് മൂത്രമുള്ള സുഖമുണ്ട്. പണ്ടാറക്കാലം ദേഹം അല്ലെങ്കിൽ വല്ല പണിയും ചെയ്യടോ. ദേഹം അനങ്ങിക്കൊണ്ടിരിക്കുകയാണേ. പണി മുഴുവൻ നിന്റെ അപ്പനോടാ ചെയ്യുന്നത്. പാത്രം തിരുവാടോ? ഇയാളെന്താ പിച്ചയ്ക്കും പോണ്ട. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ കേൾക്കില്ല. സിംഗിൾ ഷോട്ട് ആപ്പ്. അയ്യോ, കുറെ നേരമായി വിളിക്കുന്നേ. ആ, സാറോട് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ഈ സ്ത്രീയെ കണ്ടു. ഇയാളെന്താ പട്ടിയെ പോലെ നിന്ന് കിടക്കുന്നത്? പറയണ ജോലികളൊക്കെ ചെയ്ത് തീർക്കണ്ടേ സാറേ? ഇതെന്താ ഇത് പ്ലേറ്റ് അല്ലേ? ഇതിനകത്ത് തിന്നാനൊന്നും ഇല്ലെന്ന്. ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഞാൻ ഇപ്പം ഉണ്ടാക്കി തരാം. എത്ര? ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് हमको गिरफ्तार करने का हिम्मत आज तक किसी ने नहीं किया.
तुम पहला आदमी है जिसने ये गलती किया। जब हम जेल जा रहा था तब हम तुमको बोला था तुम जैसों से नहीं डरता। तू क्या कर सकते हो? तुमको बताने कि हम तुमको क्या कर सकता है। அப்படி போட்டாரு கை விட்டாரு साला दो सावड़ी टके का है। इंस्पेक्टर हमको हाथ लगाया, சாவலடா हमको हथकड़ी पहनाया था, हमको साला जेल भेजा था। ഹലോ ജോജി അതായത് ദേ, പെൻഷൻ പറ്റുമോ? 5 நிமிஷத்துல எல்லாமே வந்துட்டாங்க ജോലി ഹീറോ വില്ലൻ പോകുമ്പോ എസ് പി സമർച്ചിന്ന് ആരെങ്കിലും ഒന്ന് വരാൻ പറയണം. ഇവിടുത്തെ അസംബ്ലിമേക്ക് കേടാ. ആ ശരി. തോട്ടത്തിലെ കണക്കെല്ലാം ഡാഡി ഏൽപ്പിക്കാൻ മാനേജറോട് പറഞ്ഞു. ആ അതെന്താ? ഈ മാസം മുതൽ ഞാൻ നോക്കാൻ പോവാ. ഞങ്ങളെ വിശ്വാസമില്ല. കുറെ കാശ് മുടിച്ചെന്നല്ലാതെ തോട്ടത്തിലെ കാര്യങ്ങൾ നീ നിന്റെ അളിയനും നോക്കിയിട്ടില്ല. കഴിഞ്ഞ ഒരു മാസം 23,000 24,000 രൂപയാ രണ്ടും കൂടെ എഴുതി തള്ളിയിരിക്കുന്നത്. അളിയനിക്കാര്യത്തിൽ വലിയ വിഷമമുണ്ട്. 91 സങ്കടം പറഞ്ഞു. നിന്നോട് സങ്കടം പറഞ്ഞു? സങ്കടം കേൾക്കാൻ നീ ആരാ? വൈക്കത്തപ്പനോ അതോ കൊട്ടാരക്കര ഗണപതിയോ? ഡേയ് എന്നോട് പറയുന്ന അളിയനോട് പറഞ്ഞാലേ ചട്ടുകാരുമായിട്ട് മോൾ ഇവിടെ കുത്തിയിരിക്കും. വരട്ടടാ, എന്റെ മോളല്ലേ, പൊന്നു പോലെ ഞാൻ നോക്കും. ആ അവരാരും എന്തോ ആവട്ടെ. അപ്പൊ എന്റെ കാര്യം എങ്ങനെ? എന്ത് കാര്യം? അല്ല എനിക്കുള്ളതെങ്കിൽ എഴുതി തന്നാ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഒന്നും ഇല്ലെങ്കിലോ? മര്യാദയ്ക്ക് ആ തോട്ടത്തിൽ പോയി താമസിച്ച് അവിടുത്തെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാല് മാന്യമായ ശമ്പളം നിനക്ക് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിക്കണം. തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എന്റെ മോനാ നല്ല ബഹുമാനം അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ സാർ. ആ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ അതിന്റെ വിളിപ്പിച്ച, അതിന് ഇയാളെ ഏൽപ്പിച്ച അതിന്റെ പേര് 3 ദിവസത്തേക്ക് എനിക്ക് ആഹാരം ഉണ്ടാകും. ഞാൻ ഒരു കാര്യം പറയാം. അണ്ടകടാഹം പോലെ വീടും കെട്ടിയിട്ട് അതിനകത്ത് മാട് പോലെ ഓടിയാണെന്ന് പണിയെടുക്കാൻ എനിക്ക് വയ്യ. അടുക്കള പണിക്കെങ്കിലും ഒരാളെ നിർത്തിയില്ലെങ്കിൽ എന്റെ ശവദാഹമായി നടത്തും. ഓഹോ ജോജി, ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഇയാളെ ശവദാഹത്തിന് ഇവിടെ അല്ല അടുക്കള പണി. ഞാൻ ആ ബില്ലും പൈസ എടുത്തിട്ടുണ്ട്. ചുമ്മാതല്ല ഇയാൾ എങ്ങനെ ആയി പോയത്. ഇപ്പൊ ഒരെണ്ണം പോയത് കണ്ടില്ലേ? ഇതിന് സ്പീഡായി ഇവന്റെ തള്ളക്കി. ക്ലബിലെ ചീട്ടുകളിയും കെട്ടിയന്മാരെ പറ്റിയിട്ടുള്ള പരദൂഷണവും ഒങ്ങച്ചോം പറഞ്ഞ് കക്ഷം കാണിച്ചിട്ട് ബ്ലൗസ് ഇട്ട് നടക്കും. അടുക്കള കയറി മൂപ്പിൽസ് 20 വർഷമായി കുടുംബമായി പണങ്ങിട്ട് ഇതിന്റെ അകത്തൊന്ന് പറ്റിയെടുക്കും. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി. അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട. അതുകൂടെ നീ അങ്ങ് വിഴുങ്ങിക്കോ. എടാ എച്ചി, ഒരു മുറിയിൽ 2 പേര് താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസിയെ ഒരുത്തനും കൂടെ താമസിപ്പിക്കും. എടാ ഇതാരുടെ വീടാ? പൂണൂരിലെ ചത്തുപോയ ഭൂതലിംഗം ഉണ്ടാക്കി. ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡി. അയാൾക്ക് പട്ട മേടിച്ചു കൊടുത്ത് വാടക കൊടുക്കാതെ ഞാൻ ഇവിടെ താമസിക്കും. എലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ. എടാ എലനക്കി, ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ. ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? ரூபா ட்ரெயின் ஷாட் மட்டுமே இருக்கு. ஒரு 11 minutes இல்லை 5 minutes ட்ரெயின் ஷாட் மட்டுமே இருக்கு. ஓ இந்த ஜிங்கிளா? யாரும் தெரியல. നോക്കി കണ്ട് പെരുമാറിയ ഒരു 100 രൂപ വീഴും. ആര് കാശ്മീരി മാഡം? അല്ല. ഓ മലയാളിയാണല്ലേ? എങ്കിൽ കൊച്ചിയോ തൃപ്പൂണിത്തുറ ആയിരിക്കും. കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര നിറം കാണും. അല്ലേ? ഇവിടെ ഒരുപാട് പ്ലേസസ് ഉണ്ട് മാഡം. ഐ എം എ പോർട്ടർ കം ഗൈഡ്. ആന്റണി வந்துச்சுடா വണ്ടി എടു. என்னடா தமிழ். அந்த பொம்பளை தான் கரெக்டாக பேசுனாங்க. மேடம் காரணம் சுத்தி காமிறாரா வீட்டுக்கு கூட்டு போறாரா? சுற்றி காட்டுறேன். போர்ட்டர் கம் கைடு. ஒலிக்ராம்னு இங்கே ம் சேதாப்பேட்டில் ஒரு ஸ்டோர் பார்த்த மாதிரி இருக்கு. ம் கேசட்ஸு இங்கே தான் இருக்கும் பண்ணியிருப்பாங்க. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ. നല്ലകുട്ടി മാഡം, ഇത് നാരായണൻകുട്ടി, എൻ്റെ സ്വന്തം ആളാ. ഇത് നന്ദിനി തമ്പുരാട്ടി, തൃപ്പൂണിത്തറ കോവിലകത്തെ ഇതുപോലെ 3-4 ഹോട്ടലുകളുടെ ഉടമസ്ഥയാണ്. അതെ, എനിക്ക് ഈ ഹോട്ടലിൽ റൂം വേണം. ഇവിടുത്തെ ഏറ്റവും വലിയ റൂം വേണം. തൂട്ടൊന്നും ഒഴിവില്ലയോ? അങ്ങനെ പറയല്ല കാരണം കുട്ടി,
മാഡത്തിനോട് ഞാൻ വളരെയധികം റിക്വസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നെ നാണം കെടുത്തുന്നു. ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ റൂം വിളിക്കും. അവർ പുറത്ത് കറങ്ങാൻ പോയിരിക്കും. വൈകിട്ട് ചെക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ മാഡത്തിനോട് ഇഷ്ടപ്പെടും. ഓൾ ഫെസിലിറ്റീസ്, ഹെൽത്ത് ക്ലബ്സ്, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ, വണ്ടർഫുൾ റെസ്റ്റോറൻറ്റ്സ്, 24 hours സർവീസ്. ആ കൗണ്ടർ നിൽക്കുന്നവരെ വെട്ടിച്ചാ നമുക്ക് റൂം തന്നത്. നല്ല ഡീസന്റ് കക്ഷിയാ നാരായണൻകുട്ടി. വെരി ഗുഡ് ജെന്റിൽമാൻ. മാഡം എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. അല്ല അല്ല ഇത് കണ്ടിപ്പാ അയ്യോ അതെ, 10 ரூபா நோட் கொடுக்குறா. നാളെ വേണമെങ്കിൽ വരാം. നടപടി മാഡത്തിന് 82 രൂപയിലെ തരാനുള്ളത്. 100 രൂപ ബാക്കി വെച്ചോണം. ഇനി നല്ല കോൾ അടിച്ചിട്ടുണ്ടോ തോന്നുന്നു. വാ പൊളിച്ച് വെച്ച് അകത്തോട്ട് ഒഴിക്കും. ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്ന് ആർത്തി കുറയട്ടെ. എവിടുന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്ക്. ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്. ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ? ഇവിടുന്ന് മോഷിച്ച മോഷണം നിന്റെ അച്ഛന്റെ. അല്ലാതെ നിനക്ക് ഇത്രയും കാശ് ഇവിടുന്ന് കിട്ടാൻ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആര്? തെളിച്ചു പറ. ഇതിന് മുഴുവൻ ഉത്തരം പറയണം. എന്താ പ്രശ്നം? എന്റെ കണ്ണുകൊട്ടാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടു. തമ്പുരാട്ടി ഞാൻ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. റൂമിക്കേ പോലെയാ? എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂമില്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? എടീന്ന് വിളിച്ചു. ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ബഹളം വെക്കുന്നത്. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം? തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിതൊരു പോലീസ് ഒരു 1500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് നോക്കാം. കാശ് വല്ല ഇരിപ്പുണ്ടോ? എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവനും നിനക്ക് തന്നില്ലേ? എട്ടനുണ്ട്. അവനോട് റൂം തരാൻ പറ. നാരായണക്കുട്ടി, ഇവർക്ക് മുഴുത്ത വട്ട കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. വിളിച്ചിറക്കോട്ട് പോടോ. നാരായണക്കുട്ടി, താൻ വിളിച്ചോട്ട് പോകുന്നുണ്ടോ? ഞാൻ പോലീസിനെ அதான் 500 ரூபாய் கேட்கல போன். 500 രൂപയും കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ശവം. എന്റെ അമ്മോ, വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതോ കൊമ്പത്തെ ആയിരിക്കുന്നു. തൃപ്പൂണിത്തറ കോവിലത്തെ തമ്പുരാട്ടി, 3-4 കാറ്, ബംഗ്ലാവ്, അവിടെ അമ്മൂമ്മയുടെ ഹോട്ടല്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല പിടിച്ചിട്ടില്ല. അയ്യോ അല്ലേ, ഈ പാവത്തിനൊരു തെറ്റ് പറ്റിയതാണേ. അതെങ്ങനെ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കോട്ടും സൂട്ടും തൊപ്പിയും കൊടയും വടിയായിട്ട് ഒരു എച്ചി വന്ന് ഇറങ്ങുന്ന കാണുന്നത്. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ മുകളിലോട്ട് നോക്കി കുറെ വായു വലിച്ചു കയറ്റി ചവച്ചിറക്കി തിന്നോ. രാവിലെ ഒരു കോവറ് കഴുതിയാ കണിയേണ്ടത്. ഇപ്പൊ അതിന്റെ ഗതിയെ എനിക്ക് ഇനി ഇത് കൊണ്ടുനടക്കാൻ വയ്യ. சாக்லேட்டா? வேற எப்படி இருக்காங்களா? இவர் படம் வேற செத்துரும் ரேவதி. ராஜிகா കാശെല്ലാം തട്ടിപ്പറിച്ച് എന്റെ പെട്ടി തറയിലിട്ട് പൊട്ടിച്ച് എന്നെ ചീത്ത പറയുന്നു. എന്റെ കാശ് ഇപ്പൊ തിരിച്ചതാ, ഞാൻ പോയിക്കോളാം. കരയണ്ട ചേട്ടൻ, എല്ലാം വാരിയിട്ട് ഇപ്പൊ തരാം. എല്ലാം വാരിയിട്ട് തരാം, കരയണ്ട കേട്ടാ. கல்லாடா உள்ள. இந்த கமலஹாசன் ஒரு படம் வரும்ல, கமலஹாசன் ஸ்ரீதேவி. എന്റെ മേത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്?
ഇതിന് വട്ടുണ്ടോ? പിന്നെ നീ തമ്പുരാട്ടിയും തൃപ്പൂണിത്തറ എന്നൊക്കെ പറഞ്ഞതോ? നീ വാ. நிஜமாலே சீனா ഞാൻ പറഞ്ഞ സത്യമാണ്. അവക്ക് പ്രാന്താണ്. ചങ്ങലക്കിട്ടിരിക്കുന്നുള്ളതാ. இவங்க மேரி பாப்பின்ஸ் ஒருத்தருப்பாங்களே. ഞാൻ ഈ ശല്യത്തിന് എവിടെ കളഞ്ഞോളാം. இங்க போய் போக போறேன். നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണിയോർ അയച്ചു തരാമെന്നല്ലേ? ഇനി വയ്യാവേലും കൂടെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. കൊണ്ട് കളയാനത് പൂച്ച പട്ടിയല്ലോടാ. നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എനിക്ക് വിശക്കുന്നു. മക്കൾ എവിടെ? ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാങ്ങിച്ചോണ്ട് വരാം. വേഗം മേടിച്ചോണ്ട് കൊടുറേ, ഇല്ല നിന്റെ പ്രാവിനെയൊക്കെ അവള് വിഴുങ്ങും. ഐസ്ക്രീം രണ്ട് മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വരെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? അയ്യേ വേണ്ട. പിന്നെ നീളത്തിൽ രണ്ട് പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പിന്നെ പല്ലുവലി കണ്ട് ഗുളിയും കൂടെ മേടിച്ചോ. കൊരങ്ങല്ലോ അവൻ. நினைச்ச முச்சி. ബാ ബാ ബാ. നമ്മൾ എവിടേക്കാ പോണത്? നമ്മളെ നരകം കണ്ടിട്ടുണ്ടോ? നരകം ആ ഞാൻ കേട്ടിട്ടുണ്ട്. ആളുകളൊക്കെ എണ്ണയിലിട്ട് വറുത്ത് വെള്ളത്തിലിട്ട് കുളിപ്പിച്ചെടുക്കുന്ന സ്ഥലമല്ലേ? അത് തന്നെ, അത് തന്നെ. അയ്യോ എനിക്കവിടെ പോണ്ട. പിന്നെ നമ്മൾ എവിടേക്കാ പോവാ? ആ നമുക്ക് സ്വർഗത്തിലേക്ക് പോവാ. ഭയങ്കര രസാണെന്നാ പറയുന്നത്. ദേവന്മാരും ദേവതകളും നല്ല ശൈലായിരിക്കില്ലേ? ഹായ്. ഹായ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോവാ? ഇനി നമ്മള് ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോവാ. போலீஸ் ஸ்டேஷனும் போக முடியாதுல்ல. ஏன் போலீஸ்? அந்த பொண்ணு சொல்லி 500 ரூபாய் எடுத்துக்கிறாங்க. ഇല്ലല്ലോ തൊഴാൻ. ആ അതാണ് അമ്പലമില്ല. അമ്പലത്തിലെ ദൈവങ്ങളെ ആർക്ക് വേണം? അവരൊക്കെ പോറ്റിവാറുടെ സ്വന്തക്കാരല്ലേ. നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? എന്റെ അമ്മോ എന്നെ അങ്ങ് എടുത്തോണേന്ന്. കണ്ണടച്ചോ, തുറക്കരുത്, ഒളിഞ്ഞു നോക്കരുത്, പ്രാർത്ഥിച്ചോ. ഇപ്പൊ വരും ജ്യോതി, ഇപ്പൊ വരും. കണ്ണു തുറക്കല്ലേ. ജ്യോതി വേഗം വരണേ, വേഗം വരണം. சிரிப்பியாகும் போற இடத்துல இருந்தாங்க சிரிச்சிருவேன். ரொம்ப தூரம் காட்டுறாங்களே, டைம் வேற ஆயிடுச்சு. இதெல்லாம் ரொம்ப இதாக இருக்கும். நைட்டு அடங்கி இருப்பாங்களோ. കളഞ്ഞ് എന്റെ അമ്മോ, എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരുത്തി മലയുടെ മോളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോ അടി. എടാ മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കിയിട്ടില്ല. അതെ സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ ഒരുത്തൻ കാരണം ഞാൻ ഈ കടുങ്ക ചെയ്ത്. എന്നിട്ട് സഹതാപം പറഞ്ഞ ഞാൻ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്ന് തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കുക. ഒരു 3 എണ്ണം അടിച്ചിട്ട് എവിടെങ്കിലും പോയി തോലട്ടെ ശവം. ഓ മനുഷ്യന് മനസ്സമാധാനമായിട്ട് ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. അത് വേണ്ട. പിന്നെ എനിക്ക് വിശ്വാസമില്ല. கிட்ட வந்து நிப்பாங்க நீரு. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്രം. അയ്യോ മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. കൊടു. ഇത് മുനിശാമി അല്ല. അയ്യോ അല്ലേ? ആ എന്നാ ഇതായിരിക്കും. കളറ് പടവ് പതിഞ്ഞിരിക്കുന്നുണ്ട്. കോട് കോട്. போட்டு சொல்றதுக்கு இல்ல. வா சிக்கன். ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവിടെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കാൻ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ചെയ്തു പോകും.
അതിന് എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. പ്രശ്നമുണ്ട്. കൊരങ്ങ കൊരങ്ങ കോയിന്റെ മണം അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോയിന്റെ മണം. അത് നല്ല എരി. വാ ഇന്ന് വാ, കൊച്ചു ബാക്കിയുണ്ട്. കൊരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കോയി ഉണ്ട്. ഈ കൊരങ്ങൻ എപ്പോഴും നുണയെ പറയും. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ? കടിക്കും മാന്തം പിച്ച് ചെയ്ത് കീറും. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോട്ടെ. ഓടാ അവിടുന്ന്. പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? അയ്യോ, നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ ഇതിനെ. ഇറങ്ങ്. ഇറങ്ങാൻ. ഇറങ്ങണേ. കോഴിക്കള്ള. അയ്യോ, വിളിച്ചോണ്ട് പോടായി മറക്കണത്തിന്. പോടി. എന്നെ ഇട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഒരല്പം ദയ കാണിക്കണം. പാതിരാത്രിയിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ കൂടെ നടന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇതുവരെ സമ്പാദിച്ചാൽ ഒരല്പം മാന്യത മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അതുകൂടി ഇല്ലാതാക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഉദകമണ്ഡലമാ? ഒന്നുണ്ട്. എന്റെ അമ്മ മറ്റതുണ്ട്. അളിയ അളിയ അളിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയ അളിയ, എന്നാടാ? ഇന്നലെ വിശപ്പുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെയാ? നീ ക്ഷമി. ചട്ടിയും കലവും തമിഴ്നാട്ടിലൊക്കെ ഇരിക്കും. നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. അവിടെ പറയടേ. എനിക്ക് പോണം. നീ ചുമ്മാ ഇരി. അവൾ ഇനി കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരുപാട് നീ എന്താ നന്ദി. എന്റെ മോളെ ചാച്ചു വന്നോ? ചുഞ്ചിരി മോളെ. എനിക്ക് അയ്യോ, ആർത്തിപ്പണ്ടാരം വാ വിളിച്ചു തുടങ്ങി. നീ ഉടങ്ങി നിക്കടാ. ആവുമല്ലേ മോളു? നമ്മുടെ കുട്ടിയല്ലേടാ. വാടാ കുട്ടാ. എന്തോന്ന് പറ്റിയടേ? വാടാ. എനിക്ക് വിശക്കുന്നു. എന്നെ അറിയുവോ? കൊരങ്ങൻ. ഈ കൊരങ്ങൻ ഒന്ന് വയറ് നിറച്ച് அப்போ முட்டை பேரு அவருக்கு சொன்னாங்களா? நியூஸ் பேப்பர் பார்த்து சொல்லுங்க. ഇടിയപ്പോ ഉരുളക്കിഴങ്ങോ ഒക്കെ മേടിച്ചു ഉദ്ദേശം എന്താണ്? വന്നാ മതി. ഓള് വന്നേ. മോള് വാ. கோட் பாக்ஸ்ல ஃபர்ஸ்ட் இருக்கு. ഇഡലി ബജ്ജി സാമ്പാർ. മോൾ എന്ത് വേണേലും തിന്നോ. വേണേ കട മുഴുവൻ മേടിച്ചു തിന്നോ. എന്നോട് ബജ്ജി. അയ്യോ யா சின்ன கோயந்தவும் பஜ்ஜி மேல கை வச்சுக்கிட்டு இவ்வளவு கலாட்டியா? வேணும் உனக்கு 10 பஜ்ஜி வாங்கி தரையா? எல்லா ஒரு ஸ்லாங் கலந்தது. சென்னை தமிழ்ல வந்து 20 வயது இளம் பெண்ணை காணவில்லை. ஒண்ணும் தோணுதுடா. கைடு இல்ல. ஐயோ, லே இது அவளല്ലേ? എടീ, ഇങ്ങ നമുക്ക് പിടിച്ചു കൊടുക്കാനേ. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുത്. இன்னும் கொஞ்ச நாள் வச்சு விடலாம்ன்றாரு. ദിവസം ഇവള് നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. റേറ്റ് കൂടും ഉറപ്പാണ്. ഡബിൾ வெங்காய டைம்லாம் 2 நாள் வெயிப்பா. குடல்ல பதிய வச்சு വന്നു കയറിയ മഹാലക്ഷ്മി നീ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാടാ. எஸ்பிபி வாய்ஸ் தான் நினைக்கிறேன். உன் கூட இருக்கிற பொண்ணு யாரு? எந்த பொண்ணையா? அந்த பணக்கார பொண்ணு யாருன்னு? പണക്കാരി പൊണ്ണല്ലേ, പിച്ചക്കാരി, പൈത്യക്കാരി. அவர் மட்டும் தான் நியூஸ் பேப்பர் படிச்சுதான் நினைச்சு. எனக்கு எதுக்கு வெள்ளல சுத்தணும்? அப்படி ஒண்ணும் இல்ல. அவக்கு தலை உடம்பு சரியில்லை. நான் மருந்து வாங்கிட்டு போறேன். സംഭവം ലീക്ക് ആയെന്നാണ് തോന്നുന്നത്. എന്ത് പറ്റി?
കണ്ട തൊട്ടികളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എങ്കിൽ നിന്റെ വായിന്ന് തന്നെ നീ ലക്ഷം കിട്ടും കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞു നടന്നു. അതൊന്നും അല്ല, നീ ഈ സാധനത്തിനെ കൊണ്ട് വീട്ടിനകത്തിരിക്കണം, അല്ലാതെ പ്രാവ് കിട്ടുന്ന കാശിന് ഇതിനെ കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. മണ്ട, ഇപ്പൊ കൊടുത്താൽ ഇത്രയും നാളെ ഇവിടെ തിന്ന് മുടിച്ചതുകൂടി മുതലാവൂല, കുറച്ചും കൂടെ പോട്ടടേ. നീ എന്താ പറയാന്ന് പറഞ്ഞ? അതായത് ആദ്യം ആ പെണ്ണിന്റെ ഷേപ്പ് ഒന്ന് മാറ്റണം, സ്വന്തം തന്ത കണ്ടാ പോലും തിരിച്ചറിയരുത്. അവളുടെ തല അങ്ങ് വെട്ടിക്കളാൻ. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ എടോ ഗതികേടിന് വല്ലവരും കണ്ടാ തിരിച്ചറിയില്ലേ? സ്ഥിരമായിട്ട് ഫോട്ടോ പത്രത്തിൽ വന്നോണ്ടിരിക്കല്ലേ, അതുകൊണ്ടല്ലേ ഷേപ്പ് മാറ്റണമെന്ന് പറഞ്ഞ കണാപ്പേ. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ കണാപ്പേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ആളെ വിളിച്ചോണ്ട് വാ, ഒരു കണ്ണാടി. ആ പോ. பாவண்டா அவரு. വേണ്ട, മുടി വെട്ടണ്ട. നിന്നെ உண்மையா விட்டுறாங்களா? அப்படியா? காது வரைக்கும் இருக்கா? உண்மையா விட்டுறா. ஐஸ்கிரீம் ഉണ്മയെ പൊളിച്ച് ഈ ഉപദ്രവമായിട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ പോവാണല്ലോ. അപ്പൊ ഈ കച്ചവടത്തിന്റെ കണക്ക് എങ്ങനെയാണ്? കണക്ക് വേണോ അളിയാ? വേണം അളിയാ. നമ്മൾ തമ്മില് ഇപ്പൊ കണക്ക് പറഞ്ഞില്ലെങ്കില് പിന്നെ പറയുമ്പോ തെറ്റും. എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ല. എനിക്ക് ഈ ലോകത്ത് ഒരാളെ ഉള്ളു വിശ്വാസമില്ലാതായിട്ട്. അത് നിന്റെ സ്വഭാവം ഓന്തിന്റെ പോലെയാണ്, എപ്പോഴാണ് മാറുന്നെന്ന് പറയാൻ പറ്റില്ല. കിട്ടുന്നതില് നിനക്കെത്ര എനിക്കെത്ര എന്ന് വ്യക്തമായിട്ട് പറയണം. സപ്പോസ് 1 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കാം, അതിൽ നിനക്ക് എത്ര? എനിക്ക് 1 ലക്ഷം ആണെങ്കിൽ 40 നീ എടുത്തു, 60 മതി എനിക്ക്. അപ്പൊ ശരി, എനിക്ക് സമ്മതം. നീ ഇവിടെ താമസം ഇവിടെ കൂടെ. എന്നെ കൊണ്ട് പറ്റൂല. അത് നിന്നെ കൊണ്ട് പറ്റൂല. ജീവൻ പണയം വെച്ചാൽ ഞാൻ ഇതിന്റെ കൂടെ കഴിയും. 60 എനിക്ക്, 40 നിനക്ക്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, 40ന്റെ കൂടെ ഒരു 10,000 കൂടി ഇട്ടാ. പറ്റില്ല. ഒരു 5,000 ഒരു 1000 ചുമ്മാ ഇതേ. ശരി, 500 ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? ഇടുന്ന 200 100 രൂപയുടെ ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. കൂടെ പുഴിക്കത്തിട്ടാ. ஏன்னா அவர் தான் செலவு பண்ணாரு. ஒரு 450 ரூபா மெடிசனுக்கு செலவு பண்ணாரு. இது ட்ரெஸ் അത് വിറവ് കൊള്ളി റിവാർഡ് ഇല്ലാണ്ട് പോറായി. റിവാർഡ് യോ അതവിടെ വെക്കേ. മൗത്ത് ഓർഗൻ അവിടെ വെക്കേ. ஏதோ சைல்ட்ஹுட்ல அஃபெக்ட் ஆயிருக்கு. அபியூஸ் பண்ணிடுறான். அச்சி அபியூஸ் பண்ணுறாங்க. ஐயோ കുട്ടികളെ കൂടി നശിപ്പിക്കില്ല താൻ. മേലിൽ ഈ കോപ്പട്ടിനകത്ത് കയറിയാൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും ഞാൻ. എടി കയ്യും കാലും വെട്ടിയ തോട്ടിക്കൊടുക്കളെ. നീ വെട്ടാൻ വരുമ്പോ ഞാൻ കയ്യും കാലും നീട്ടി വെച്ച് തരാൻ പോയല്ലേ. സ്കൂളിൽ കൊണ്ട് എന്റെ ചെവിക്കുറ്റി നോക്കി അടിക്കണം. ഹൾക്ക് സ്മാഷ് പോയി. അടിച്ചൂല്ലേ? എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് എന്നെ തല്ലിയില്ലേ? ഞാൻ പോവാ. പോയിട്ട് എല്ലാവരോടും പറയാം എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് എന്നെ തല്ലി. ചെന്ന് പറയണേ, ഓമാരെ മൂക്കി കയറ്റിക്കളെ. എന്റെ കാശ് ഇട്ടാൽ ഞാൻ പോകത്തില്ല. തരാ എനിക്ക് സൗകര്യം. നീ കൊണ്ട് കേസ് കൊടു.
போடி லட்சுமணனே இன்னைக்கு வந்த பேப்பர் எல்லாம் மொத்தமா எடு அங்கே இருக்கு கொடு കാലത്തെ പേപ്പർ വായിച്ചില്ല. താനിപ്പോ ഫോട്ടോ എടുപ്പ് നിർത്തി കപ്പലണ്ടി കച്ചവടം തുടങ്ങി. കപ്പലണ്ടി ഉണ്ട് വേണോ? எல்லாத்தையும் வாங்கினா ஒன்று யாரும் கிடைக்கூடாதுண்ணா. எல்லாம் இதெல்லாம் வேற வேற நியூஸ் பேப்பர்ல வரும்ல, அது வந்துடும். யாரும் வாங்கி படிக்கக்கூடாதுன்னு பண்ணுறாரு உங்களுக்கு. ஃபர்ஸ்ட்டாக அவங்க ரிவார்டு. നന്ദിനി നന്ദിനി ഡേ നീ അവളെ കണ്ടാ? എവളെ? എടേ ആ പ്രാന്തിയെ കാണാനില്ലെന്ന്. എന്റെ ദൈവമേ തൊലഞ്ഞോ? എവിടെ പോയി നിനക്കറിയാം? അതറിയാമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കൂ. നീ എവിടെ വായി നോക്കി നിൽക്കുകയായിരുന്നു? നിന്നേക്ക് പണിയിപ്പിച്ച് എന്നെ വേണം തല്ലാൻ. ഇനി വല്ലയിടത്തും ചാടി ചത്തു കാണുമോ? നീ ആ കൊക്കപ്പി നോക്കാത്തണ്ട? നീ കരുതാ കൊണ്ടൊന്നും പറയല്ലേ. എല്ലായിടത്തും കുരുങ്ങി കിടക്കണേ. പാടിയെങ്കിലും തപ്പിയെടുത്ത് കൊടുക്കാമായിരുന്നു. 5 പത്തോ കുറഞ്ഞാലും വേണ്ടില്ല. നിന്ന് പിറവിറക്കാതെ നീ പോയി ആ ജംഗ്ഷനിലും പാർക്കിലും ഒക്കെ നോക്ക്. ഞാൻ പോയിട്ട് സൂയിസൈഡ് പോയിന്റും ലേക്ക് സൈഡിലൊക്കെ നോക്കിട്ട് അപ്പോ அவர் பக்கத்துல அந்த நேச்சர் ஸ்டாக் ஷாட்ஸ் ஏரியா வருதுல, അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്. சீன் டு சீன் மாறணும்னா ஸ்டாக் ஷாட் എങ്കിലും டிரான்சிஷன்ஸ்க்கு அதுவும் அந்த டைம் வேரியேஷன்ஸ்க்கு மேலே உட்காந்துக்கிறாங்கன்னு நீனேன் പറഞ്ഞ മേലെയാ? കരയണ്ടാട്ടോ, ഞാൻ ഇവിടെ ഉണ്ട്. പാവണ്ട ജഗതി. ഇതിന്റെ മോളിൽ കയറിയിരുന്നിട്ടാണ് പുല്ലേ ഈ ഊട്ടി മുഴുവൻ എന്നെ ഇട്ട് ഓടിച്ചത്. പിടിക്കുവോ? ആ പിടിക്കാം. എന്റെ പുറ്റുമോളിങ്ങോട്ട് ചാട്. സത്യം? സത്യമായിട്ടും പിടിച്ചോളാം. എന്റെ ചക്കരക്കുട്ടിയല്ലേ, ചാട് ചാട്. സൈക്കോ ரெண்டு பைத்தியம். നിന്നെ അകത്തിരുത്തിയിട്ട് പോയാലേ നീ തീയും മണ്ണെണ്ണ എടുത്ത് വെച്ച് കളിക്കും. വെളിയിൽ വിടാന്ന് വിചാരിച്ചാൽ വല്ലവന്റെ നെഞ്ചത്ത് കയറിയത് നിറങ്ങും. എന്റെ കൂടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇനി എന്റെ കഞ്ഞി പാറ്റിയിടും. കണ്ണുകുട്ടി നിന്നെ ഈ തൂണി പിടിച്ച് കെട്ടിയിട്ടിട്ട് 10 പെടവടക്കിയാ വേണ്ടത്. നീ ഒരു മനുഷ്യനാ? തലയ്ക്ക് സുഖമില്ലാത്ത ആ കുട്ടിയെ ഈ തൂണി പിടിച്ച് കെട്ടിയിട്ടിട്ട് പോയിരിക്കേ. നിന്ന് ചിരിക്കാ നീയെ? കെട്ടിയോളെ ഇടിച്ചു കൊന്നില്ലാന്നേ ഉള്ളൂ. കയറ് പൊട്ടിച്ചു വന്ന ആ ശങ്കിലിയുടെ ദുഷ്ടം കാള. ജോളി കേട്ട് ഞാൻ ഓടി വന്ന് നോക്കുമ്പോ പാഞ്ഞിടിക്കുക ആ പാവത്തിന്. മുഖം മുഴുവനും ചോരയായിരുന്നു. കെട്ടിയിട്ടിരിക്കല്ലേ, നിലവിളിക്കാനല്ലേ പറ്റൂ. പരമദ്രോഹി. ഒന്നും ഇല്ല. വേദനിക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടച്ച് കിടന്നോളൂ, വേദനിപ്പിക്കോളൂ. താങ്ക്സ് ബ്രോ. ஆனால் அந்த படம் அவளுக்கு சித்திரம் அளவுக்கு இல்லை. இந்த பாட்டு என்ன ஏதோ படத்துல கேட்டிருக்கேன். എവിടെയൊക്കെ തേടിയടോ? அது யார் பத்தியா? இங்க பக்கத்துல ஒரு வீடு காலி பண்ண வைக்க போய் കണ്ടവന്റെ ഒക്കെ വീട് കാലി പണ്ടാൻ നിനക്ക് സമയം. ஃபைட் மாஸ்டரா? ആ ധോബികളെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കാൻ നിനക്ക് വയ്യ. இது தலைக்கு பேர் வச்சிரு. ஓ അയാളുടെ കയ്യിൽ നിന്ന് 20,000 രൂപ എണ്ണി என்ன அவரா? அவர்தான்டா பாறானோ. பக்கத்துல 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 பக்கத்துலயா? பக்கத்துல எல்லாத்துக்கும் வழி நான் பார்த்து வச்சிருக்கேன். ആര് പറഞ്ഞാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങില്ല. ഞങ്ങൾക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ല. അല്ലെങ്കിലും ജഡ്ജി അദ്ദേഹത്തിന്റെ വക സ്ഥലമായത്. അദ്ദേഹം വരട്ടെ. അദ്ദേഹം വന്ന് പറഞ്ഞാല് ഞങ്ങൾ മാറി തരാം. இல்லனா நீங்க இத காலி பண்ண மாட்டீங்களா? നീ പോടാ അണ്ണാച്ചി. நீ என்ன தப்பு வந்தாலும் இது பண்றாங்களா? யாரா என்ன அடிச்சாங்கன்னா பண்ணிடுறாரு. அவனே இந்த துண்டமா வெட்டி போடுறான். அங்கே ஒன்றும் படம் வீட்டுக்கு தெரியாங்களா? பதிக்க மாட்டாரு. டேய் கேஜா ஆமா ஆமா பின்னாடி இருக்கவரு. முத்துவண்ணே மன்னிச்சிடுங்க. அந்த பொண்ணுக்கு பைத்தியம், பைத்தியக்காரி. நான் அவக்காக உங்ககிட்ட மன்னிப்பு கேட்கறேன். ப்ளீஸ் மன்னிச்சிடுங்க. இனி அந்த பொண்ணை இங்க எங்கேயாவது பார்த்தேன் அவ்வளவுதான். இல்லண்ணே, நான் அவளை வீட்டுக்குள்ள அடைச்சு வைக்கிறேன். ப்ளீஸ்
വാങ്ങടാ. എടാ പട്ടി നിന്നെ തന്നെടാ ഒറ്റ അടി വെച്ച് തന്നല്ലുണ്ടല്ലോ നിന്റെ പല്ലൊക്കെ കൂടെ താഴെ കുടിയിടാ അവിടെ. அவன் சும்மா அந்த அடி வாங்கி விடுச்சு. ஜெகதி ரொம்ப நேரமாக காணோம். அவர் அந்த வீட்டில் இருக்காரு. எல்லா ஸ்கில்லும் காட்டுறாங்க ஃபைட்டில். ஒரு ஃபைட் மாஸ்டர் சொல்லியிருப்பானே இவருக்கு ஏதோ ஒரு இது தெரியும் அப்படின்னு. ஓ விஜயகாந்த் சிக்னேச்சர் மூவ்ல அது பேக் இது கால் அடிச்சு வச்சு வெளியே விட மாட்டாங்க. ரொம்ப எங்கல்ல வந்துட்டாரு. ഞാൻ എന്തുവാടാ ഈ കേൾക്കുന്നേ? അതെങ്ങാണ്ട് പട്ടി മൂങ്ങുന്ന ശബ്ദം. അതേടാ ആ ഖാൻ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ഇതിന് ഒച്ചയില് നിന്റെ നിലവിളി ഞാൻ കേൾക്കും. നിനക്ക് വല്ല ആവശ്യമുണ്ട് ആ പിച്ചാത്തി മുത്തുവിനെ തല്ലിയിട്ട്? ഞാൻ തല്ലിയില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാം കൂടി ഇവിടെ കൊന്നേനെ. ചത്തുപോട്ടെ എന്ന് വെച്ചുകൂടായിരുന്നോ? 10 ലക്ഷം കിട്ടിയാലും ഇനി ഊട്ടി ജീവിക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ എഴുത്തിടാം. അല്ലെ വേണ്ട ഞാന് ഒരു ടെലിഗ്രാം അടിക്കാം. അല്ലെ വേണ്ട ഞാന് അതൊരു പോയിട്ട് വരാം. അല്ലെ വേണ്ട അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറ. ஏதாவது பண்ணி தோணும் നമ്മള് எதுக்குடா அந்த டைலாக் அது എന്ന് പറഞ്ഞാൽ അവന്മാരൊക്കെ ആരാണെന്നും നമുക്കുള്ള രൂപയെ വാങ്ങിച്ച് ഉടനെ സ്ഥലം വിടാം. എന്റെ പൊന്നടിയാ നീ എന്തെങ്കിലും പോയി ചെയ്യണം. அதுக்குள்ள அப்புறம் முடி வளர்ந்துச்சு அவ்வளோ. ஒருவேளை டைரக்டர் வந்து சிம்பாலிக்கா சொல்றாரு போல அவங்க அவ்வளோ நல்லா இருக்காங்க அப்படின்னு. ஸ்டாக் ஷாட்ஸ் போல இது கன்வே ஸ்டாக் ஷாட்ஸ் போல இது கன்வே பண்ணிட்டாரு. என்ன சொல்றாங்கடா? നന്ദിനി നടിച്ചിരുന്നാളാ? എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഭ്രാന്തില്ല. എല്ലാം ഞാൻ അഭിനയിക്കായിരുന്നു. ഓട് ട്വിസ്റ്റ്. എന്നെ വിട്ടുകൊടുക്കരുത്. அபியூஸ் അവരെന്നെ കൊല്ലും. அவங்க அப்போ வந்து நியூஸ் பேப்பர்ல இருந்து ஃபேக்கா குத்துறாங்க உங்களை பைத்தியம் அப்படின்றாங்க. இல்லை அது போய் வெளில சொல்லல சாவச்சிருவாங்கன்னு சொன்னால் நம்ப மாட்டாங்க. பைத்தியம்லாம் ഇന്ന് വരെ മോളെ എന്ന് വിളിക്കാത്ത എൻ്റെ അച്ഛനെ തേടിയാണ് ഞാനിവിടെ വന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ആരാണ് അദ്ദേഹം? റിട്ടയർഡ് ജസ്റ്റിസ്. പവർ എങ്ങനെ இருக்காரு? മടത്തിൽ ചേർന്ന ദിവസം ഒരിക്കലെങ്കിലും ഒന്ന് കാണാനുള്ള മോഹവുമായി ഞാൻ അച്ഛനെ കാണാനാവും. അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. கல்யாணம் பண்ணி கொடுத்துருந்தான்னு சொன்னாரு. നന്നായി എന്നോട് പെരുമാറി. രുക്കു പറഞ്ഞാണ് ഞാൻ കാരണം ആ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന അച്ഛൻ്റെ കാര്യം ഞാൻ അറിഞ്ഞത്. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് വ്യക്തമായി എനിക്ക് അറിഞ്ഞുകൂടാ. ഓർമ്മ വന്നപ്പോൾ ഞാനൊരു ഭ്രാന്താശുപത്രിയിലായിരുന്നു. അവരെല്ലാം ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. എനിക്ക് ഭ്രാന്തില്ല എന്ന് ആരെയും വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം അവരുടെ ആളുകളായിരുന്നു. மருமகன் ஒருத்தர் இருந்தார்ல மாசம் 25,000 செலவு அவரு நினைது ജീവിതം ആ മുറിക്കുള്ളിൽ അവസാനിക്കുന്നു. வந்து வீடு கூட காலி பண்ணி தர முடியாது அவங்களாலன்னு கேட்டேன். അവിചാരിതമായി കിട്ടിയ ഒരു സന്ദർഭത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. അച്ഛനെന്ന ഓർമ്മ ഇന്നും കുട്ടിക്കാലത്ത് എനിക്ക് കൊണ്ടു തന്നിരുന്ന മിഠായി. എനിക്കൊന്ന് കാണണം ജോജി, ഒന്ന് മിണ്ടണം. തിലകൻ തന്നെപ്പാ. തിലകൻ அவர் தானே ரிட்டையர்டு. വിളിച്ചു കേൾക്കണം. அவரு நேட்டிவ் வந்து ஊட்டி போல சென்னையில போயிட்டு விளையாட்டு வந்துக்கிறாரு. എനിക്കൊരു രക്ഷയാവുന്നു. നിങ്ങൾ ആരും ഒന്നും നഷ്ടപ്പെടണ്ട. ഞാനൊന്ന് എൻ്റെ ഡാഡിയെ കണ്ടോട്ടെ. എന്നിട്ട് നിങ്ങൾ എന്നെ കാണിച്ചു കൊടുത്ത് കാശ് മേടിച്ചോളൂ. இதை நீ வந்தவனே சொல்லியிருக்கலாம். இவ்வளோ பாட்டுலாம் அவரை தூங்க வைக்கிற மாதிரி தாலாட்டெலாம் பாடினாருடா. ഫോൺ വന്നടേ. അവര് വരുന്നുണ്ട്. 80,000 രൂപ ഞാൻ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. അവര് വരുമ്പോ 5,000 കൂടെ പിടിച്ചു മതി. പക്ഷെ സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. കാശ് മുഴുവനായിട്ട് കൈ കിട്ടിയിട്ട് വേണം ഊട്ടിപ്പട്ട നമുക്ക് രണ്ടുപേർക്കും രാജയോഗം. നമ്മള് വിചാരിച്ച പോലെ ഒരു പെണ്ണല്ല അവള്. ഇപ്പൊ എന്താ പാട്ട് തണ്ട. അവൾക്ക് ഭ്രാന്തില്ല, ഒരു പാവം പെണ്ണ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു
ഇതിലെന്തോ ഗുലുമാലുണ്ടെന്ന്. അല്ലെ വെറും ഒരു പ്രാന്തി പെണ്ണിന് വേണ്ടി ഇത്രയും രൂപ അവര് തരുമോ? എന്തോ ആവട്ടെ, നമുക്ക് നമ്മുടെ കാര്യം. അവരുടെ കൈ കിട്ടിയ അവർ ഈ പെണ്ണിനെ കൊല്ലും. കൊല്ലുവോ തിന്നുവോ എന്ത് വേണേ ചെയ്തോട്ടെ, നമുക്കെന്ത്? നമുക്ക് നമ്മുടെ കാശ് കിട്ടണം, അത്ര തന്നെ. നമുക്ക് എന്ന് പറയണ്ട, നിനക്കെന്ന് പറഞ്ഞാൽ മതി. എന്ത് നിനക്ക് കാശ് വേണ്ടേ? ഇങ്ങനെ ആരെയും ദ്രോഹിച്ചിട്ടുള്ള കാശൊന്നും എനിക്ക് വേണ്ട. ഓഹോ, വേണ്ടെങ്കി വേണ്ട. അപ്പൊ മുഴുവൻ കാശ് ഞാൻ എടുത്തോളാം. അവള് നിന്റെ സ്വത്തൊന്നും അല്ല. നീ കൂടുതൽ സംസാരിക്കണ്ട. സംസാരിക്കൂടാ. മുടക്കിയ കാശിന്റെ 5 ഇരട്ടി മുതലും പലിശയും മനസ്സിൽ കണ്ടോണ്ടാ ഞാൻ ഈ കച്ചവടത്തിന് ഇറങ്ങിയത്. ആ കാശ് നിനക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. ഉണ്ടാക്കി തരാം. കുറെ നാളായിട്ട് നീ ഉണ്ടാക്കുന്നു. നിന്റെ ഒരു പുല്ലും എനിക്ക് വേണ്ടടാ. വേണ്ടെങ്കിൽ പോടാ. അങ്ങനെ പോകുന്നില്ലടാ. ആവശ്യം പറഞ്ഞോണ്ടല്ലോ. മലയൊക്കെ ഇഷ്ടല്ലേ? എന്നെ തല്ലിയല്ലടാ. നിന്നെ ഞാൻ കാണിച്ചിടാടാ. லொகேஷன் சொல்றது பொழுது നന്ദിനി, ഇനി ഇവിടെ തങ്ങുന്നത് ശരിയല്ല. അവൻ വെറുതെ ഇരിക്കില്ല, തീർച്ചയാണ്. என்னடா ஜெகதீஷ் சொல்றாரு. அதான் டைப் பண்ணிச்சு. யூ வில் நாட் ஐடியலியா சும்மா உட்கார மாட்டான் கன்ஃபார்மா. அதான் இட்லின்னு ஒரு பிரச்சனை. எனக்கு இட்லி இல்லை சொல்கிறேன். கண்ட்ரி ஃபெல்ல போனோம் மாலே. നല്ല കോള് വല്ലോ. ആ ഒരു ഓ കോള് ഏതായത് വകയിലൊരു അകന്ന ബന്ധുവാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു തള്ളയാ. ഈയിടെ അതങ്ങ് ചത്തു. എഴുത്തു വന്നപ്പോ അന്വേഷിക്കാൻ ചെന്നതാ. ഇപ്പൊ എന്റെ തലയിലായി. അടക്കം കഴിഞ്ഞ് ബന്ധുക്കൾ 4 വഴി അങ്ങ് പോയി. എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരാളെ വേണമല്ലോ എന്ന് ഓർത്തു. நல்லா தெரிஞ்சுறாங்க. ஒரு குக்கு கேட்டாரு இன்னோசென்ஸ் வந்து வீட்டுக்கு ஒருத்த வேணும். അതവനാ അമ്മയുടെ ആ ലക്ഷണമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കള്ള ലക്ഷണവും ഉണ്ട്. സാറ് ജഡ്ജി കണ്ണുകൊണ്ട് നോക്കുന്നതുകൊണ്ടാ. പാവാ. കാലത്താരം വിശ്വസിക്കാൻ പറ്റിയല്ലേ. മര്യാദക്ക് അടങ്ങിയതിനൊക്കെ നിൽക്കോ വെച്ചേ. ഇപ്പൊ തലയൊക്കെ ആട്ടി കാണിക്കും. ഭരണം കയ്യിലോട്ട് ഇട്ടി കഴിയുമ്പോ ഇതിന്റെ ഒക്കെ നിറം മാറും. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ. വീട് എപ്പോഴും വൃത്തിയായിരിക്കണം. പിന്നെ ഇവിടെ വേറെ ധാരാളം പണിയുണ്ട്. ഇവിടെ ഒരു കോവർ കരുതിയുള്ളവനെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കണം. ചുണ്ണിയേട്ടനില്ലേ ഇവിടെ? ഉച്ചക്കത്തെ ഊണ് വാങ്ങിക്കാൻ പോയിരിക്കുക. അത്താഴാകുമ്പോഴത്തേക്കും വരുമായിരിക്കും. പിന്നെ നിന്റെ അവന്റെ പേര് നിശ്ചലം. നിശ്ചൽ. എന്തായാലും അവനെ എന്റെ കൺമുമ്പിൽ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ചലിക്കാരെന്ന് പറഞ്ഞത്. ഇവിടെ ശമ്പളമൊക്കെ എങ്ങനെയാണ് സാറേ? ഈ കണക്കിലൊരു സംശയം സാർ. ഇത് 75,000, ഇത് 5, ആകെ മൊത്തം 80,000. ആളെ കാണിച്ചു തരാന്നുള്ള കരാറേ നമ്മൾ തമ്മിലുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ആൾക്കാർ ചെയ്തോളൂ. ആളിറങ്ങി ഓടിക്കളയും, വിടരുത്. സത്യം പറഞ്ഞ ഇത് പോരാ. അവൾ ഇവിടെ തന്നെ അല്ലേ താമസം? അതെ. അത് ശരി. നീ വാ. ഇനി വരാൻ குளிர் பிரதேசம். ചത്തോന്നറിയാൻ വന്നാണല്ലടാ. ചത്തില്ല. നീ ആ നായിന്റെ മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കും അറിഞ്ഞിട്ടേ ഞാൻ ചാവുള്ളൂ. ഞാൻ പറയുന്നു ഒന്ന് എന്നെ തുടരുത്. നീ ഇമോഷണൽ ആവരുത്. നീയോ പ്രാന്തിയും കൂടി ഇത്രയും നാൾ തിന്ന് മുടിച്ചത് എന്റെ കാശ്. നീയും അവളും കൂടി ഇത്രയും നാൾ ഉടുത്തൊരുക്കി ചിങ്കരിച്ച് നടന്നത് എന്റെ കാശ്. നീ കാണിച്ച് എന്റെ മൂക്ക് എന്റെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട. ഞാൻ അതിന് തയ്യാറല്ല. ബ്യൂട്ടിഫുൾ ആണ് കോമഡി സീൻ. എന്റെ ഡോക്ടർ ആന്റി കുറച്ച് കടുപ്പം അവിടുത്തെ ബില്ല്. തല്ലു വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും. ഡോക്ടർ തമാശിച്ചതാണ്. പോടാ തല്ലുള്ളി. കൈ സൂക്ഷിച്ചോണം. जॉर्जी का बच्चा किधर है? അവനുമായിട്ട് ഞാൻ ഉടക്കി. क्या? പോട്ടി झगड़ा. तुम हमसे झगड़ा करेगा? യെസ്. तुम पागल है क्या? ഹം നിശ്ചൽ ഹെ. അതായത് ഞാനും ജോർജിയുമായിട്ട് അടിച്ചു പിരിഞ്ച്. ദുഷ്മൻ. तू मेरा दुश्मन है? യെസ്. साला जॉर्जी मेरा आदमी को मारा. अगर वो मेरे को मिल गया तो मैं उसको मार डालेगा. और अगर वो मेरे को नहीं मिला तो मैं तेरे को मार डालेगा. हाँ? बोल. അയ്യോ എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണ.
ജീവിച്ചിരിക്കുക. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ചേട്ടാ ആ ടിക്കറ്റ് ഇങ്ങോട്ട് തന്നെ. എന്തിനാ? ഇങ്ങോട്ട് തന്നേ. നിനക്ക് ഇതിനെപ്പറ്റി KL 7207841. லாட்ரி சீட்டு ചേട്ടാ ഇപ്രാവശ്യം ചേട്ടൻ അടിച്ചിരിക്കും. ഞാനാ പറയുന്നത്. ഞാൻ ഇങ്ങനെ സംസാരിക്കാനാ? അച്ഛൻ കാലത്തെണീറ്റ് മുറിക്ക് പുറത്തു വന്നാ ഒപ്പം കാണും. വാല് പോലെ കിട്ടും. വഴിയുണ്ട്. കിട്ടുണ്ണി താനെ സ്ഥലം വിട്ടോളും. അയാൾ ഇന്നെടുത്ത കാമധേനു ലോട്ടറി ടിക്കറ്റിന്റെ നമ്പറായത്. അയാൾക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല. പേപ്പർ നോക്കി അടിച്ചത് ഈ നമ്പറിനാണെന്ന് അയാളെ പറഞ്ഞ് ധരിപ്പിക്കണം. ആ സെക്കൻഡിൽ അയാൾ സ്ഥലം വിട്ടോളും. அவரு போனா இப்பதான் பேச முடியும் அவங்க அப்பா கூட. കാമധേനുവിന്റെ ഫലം. കാമധേനു ലോട്ടറി റിസൾട്ട്. അയ്യോ, ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ. ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കൊറേ കണ്ടിട്ടുണ്ട്. L 7 8. താൻ എവിടേക്കായി നോക്കണേ? എന്താ പൊട്ടം കളിക്കുക? ഞാൻ തന്നെ വിളിച്ചത്. എടോ, കടിച്ചു പിടിച്ച് നാരണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക കാറില് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ടി കാളെ, 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ? ആ തെറിയൊക്കെ ഞാനിപ്പൊ തന്നെ വിളിച്ചിരിക്കണു. ഇങ്ങോട്ട് നോക്കണോ? പെട്ടേ താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർക്കം പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയിരുന്നു. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ஒரே பைத்தியங்களா இருக்குது சார். என்னது அது? தெரியல, என்னால தெரியலையே. புக்கு படிக்கிறாரா? புக்கு படிக்கிறாரா இல்ல பாஸ்ட் இது ஸ்ட்ரெஸ்ஸா தெரியல. ஜட்ஜி தானே ஒரு மிலிட்டரி ட்ராமா. அதான் ஹெட்ஃபோன் போட்டுருக்காரு. ஹெட்ஃபோன்ல இருக்கு அப்போ. ஈச்சி கிருதா முடிடாது. என்ன தரே? புக்கு பஸ்ல എനിക്ക് പാല് കൊണ്ടുവരാ. നീ എന്റെ ഭാര്യ പോയാ പോരായിരുന്നോ? കൊറേ നേരമായി ഞാനിവിടെ വന്നിരിക്കുന്നു. നീ ആനയും അമ്പാരിയും വേണമായിരിക്കും ചോറും കൊണ്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ നേരത്തെ ഇവിടെ കൊണ്ടുവെക്കാൻ മേലായിരുന്നോ? ഓ, ഇതിന് ഭയങ്കര ഭാരമല്ലേ? അതുകൊണ്ടായിരിക്കും പ്ലേറ്റിലൂടെ കൊണ്ടുവരായിരുന്നത്. നിന്റെ വായലെന്തുവാ? കണ്ണാടിയോட ഇത് നിனைக்கிறேன்டா. அதான் அந்த கயிறு கண்ணாடியோட. അതെനിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് വരുമായിരിക്കും. ഇന്നതേ ഉള്ളൂ ഊണിന്. എന്താ ചോറും കറിയൊന്നും വെച്ചില്ലേ? ഇല്ല. എന്തോന്നാ നിനക്ക് ഇവിടെ ഇത്ര മലമറിക്കുന്ന പണി? മലമറിക്കാൻ എത്രയും പ്രയാസമില്ല. തർക്കുത്തരം പറയുന്നോ? മിണ്ടാണ്ട് നിന്നാ വായിൽ കൊഴുക്കട്ടെയാണോ ചോദിക്കും. മിണ്ടിപ്പോയ തർക്കുത്തരായിപ്പോ. അവിടെ എനിക്കിപ്പോ അറിയണ ഊണ് എന്താ റെഡിയാത്തതെന്ന്. രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? എനിക്ക് ചൂടാക്കിയില്ലോ, പച്ചവെള്ളത്തിലാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞത്? ഇല്ല. ചെയ്തില്ലല്ലോ. கம்ப்யூட்டர்ல போடுவாங்க. ഒരു മണിക്കൂർ വേറെ ഒരു ജോലി 1992 கிரிக்கம் 2003 லேசாலே ഒരു നേരം ഉണ്ടല്ലോ. அது ஒரு சிரிக்கிற எமோஜி வேற. அது ஏதோ ஒரு சாதிச்ச ஏன்னா அவ்வளோ பணக்கார வேற யாராவது வச்சுக்க மாட்டாரு. ഇവിടെ ആപ്പിൾ എവിടെ? ഞാൻ തിന്നു. ആപ്പിൾ എവിടെ? ഞാൻ തിന്നു. എന്റെ കാര്യങ്ങളൊക്കെ നേരത്തിനും കാലത്തിനും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. വായി നോക്കി നിൽക്കാൻ അകത്ത് രണ്ടിനും എടുത്തോണ്ട് വാ. ആപ്പിളെങ്കിൽ ആപ്പിൾ മനസ്സിന് വിശക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു, ഞാൻ തിന്നു. എന്നോട് ആര് മതി എടുത്തു തരാൻ? ഒരു നേരം ഒന്നും കഴിച്ചില്ലാന്ന് വെച്ച് ചത്തൊന്നും പോവില്ലല്ലോ. അവളെ പറ്റി ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഐജിയോട് ഞാൻ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. സ്റ്റേറ്റ് വിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അവളെ ഉടനെ കിട്ടും. പുള്ളി എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. இப்போ மறைச்சு வச்சு சிப்லி அவங்களோட சன்ஸ் தானா? சன்ஸ் இல்லடா, மருமக.
ആവശ്യമില്ലാതെ അതും പറഞ്ഞ് അച്ഛനെ വീട്ടിൽ നിന്ന് അകറ്റിയത് അമ്മയാ. അമ്മയെ കുറ്റം പയ്യല്ല നീ പോടാ ചെക്ക, നിനക്കെന്തറിയാം? അച്ഛന്റെ കാശ് തിന്നു മുടിക്കുന്നല്ലാതെ നീ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? തന്തയായിരുന്നു ജഡ്ജി. വകുപ്പ് ന്യായമൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അങ്ങേര് സമ്പാദിച്ചത് ഞാൻ തിന്നുന്നുണ്ടെങ്കിലേ ചുമ്മാതല്ല. നിന്നെ പോലെ ആർക്കും വേണ്ടാത്ത ഒരു ചട്ടുകാലി ശവത്തിനെ ചുമ്മിക്കൊണ്ട് നടക്കുന്നതിന് ചുമട്ടുകൂലിയാ. വൃത്തിയോട് സംസാരിക്കാതെ. നമ്മുടെ ആവശ്യം അവള് വലിയച്ഛനെ കാണും മുമ്പേ അവളെ പിടിക്കുക. അതിനുള്ള വഴി നോക്കാതെ സ്വന്തം പല്ലിയുടെ കുത്തി നാറ്റിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. ഒരായിരം പണി ഈ വീട്ടിലുണ്ട്, അതൊന്നും ചെയ്യരുത്. എല്ലാ പണിയും കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നേ. എല്ലാ മുറിയിലും ബെഡ്ഷീറ്റ് നിലന എടുത്തത് കഴുകിയിട്ടാലെന്താ? അത് അലക്കാരന്റെ പണിയല്ലേ? അലക്കാരും കൊടുക്കാൻ എന്റെ കാശില്ല. 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, തന്നെത്താനെ കൂടി ചെയ്താലെന്താ? കരുതി കൂട്ടി ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? ഇനി ഒരു നിമിഷം നിന്നോട് വെച്ചേക്കല. ഇപ്പൊ ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണമായിരിക്കും. എനിക്കൊരു ചുറ്റിയും വേണ്ട. എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ആഹാ, അങ്ങനെയാണല്ലേ? ഓഹോ, അങ്ങനെ തന്നെ. എന്നാ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ട് വന്നിട്ടുള്ളൂ. വേറെ കാര്യം എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ஆமாம்ல இவர் வேறு மறந்துட்டோம்ல ரொம்ப நேரமா. ഹീറോ அதான் ரொம்ப நேரமா காணோம். ആ ജോജി എവിടെ ഉണ്ടെന്നറിയാവോ? 2-3 ദിവസമായി കണ്ടിട്ട്. ആ കഴിവേരെ കണ്ട ഉടനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പ്രശ്നം വല്ലതും ഉണ്ടോ? ആടി കൊള്ളാത്തന്നെ സോക്കടവന്. എന്തേ പ്രശ്നം? അടി കൊള്ളാത്ത സൂക്കേട് തന്നെ. ആ കിളവൻ എന്തിനാ എന്നെ അന്വേഷിക്കുന്നു? ഇതേ വെറുതെ നുണ പറയരുത്. അയാൾ എന്നെ തല്ലുന്നോ വിട്ടുന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കേട്ടു. എന്താ ഉണ്ടായെന്ന് പറ. നമ്മള് തമ്മിൽ ചെറുതായിട്ടൊന്ന് പിണങ്ങി. എന്നെ വിളിച്ചോണ്ട് പോവാൻ പറയാനാ അന്വേഷിക്കുന്നത്. നിന്നെ എന്തിനാ ഞാൻ ഇവിടെ കൊണ്ടാക്കിയത്? അയലോട്ട് അടുക്കാനോ അതോ ഉടക്കാനോ? ഞാൻ എന്ത് ചെയ്യാനാ? സാമന്താനും ഭേദം തന്നെ ഒക്കെ നോക്കി. എന്തൊരു മുരടനാ. സ്വന്തം തന്തയെ പറ്റി പറയുന്നത് എന്ന് വെച്ചാ എങ്ങനെ പറയാതിരിക്കുക? അത്തരത്തിലെ ഓരോ ഉടക്കുണ്ടാക്കി കൊണ്ടുവരിക. ഒഴിഞ്ഞു മാറിയാലും തലേ കയറും. ശരി ശരി, ഞാനൊരു 5-6 ദിവസം മുങ്ങി നടക്കാം. അതിനിടയിൽ പിണക്കമൊക്കെ മാറ്റി ഇണങ്ങിക്കോണം. மீசையை காணும். ஹிட்லர் விட்டு എന്റെ മീശ എവിടെ? മുഖത്തുണ്ടല്ലോ. മുഖത്തുള്ളതിന്റെ ബാക്കി എവിടെ? എനിക്കറിയില്ല, വല്ല പാറ്റയോ മറ്റോ കരണ്ടതായിരിക്കും. ഏത് പാറ്റയെ കരണ്ടെന്ന് എനിക്കറിയാവടി. എന്തായാലും ഇത് തന്നെയാ ഭംഗി. 2 കൊമ്പ് ഉണ്ടായിരുന്നപ്പോ ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണമായിരുന്നു. ഇപ്പൊ നല്ല ചന്തണ്ട്. വലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂർ അതിനെ ഇറക്കി വിടി. അമ്മായി നമ്മടെ പാറ്റ കണ്ടല്ലേ? എന്താ കുളിക്കാനുള്ള വെള്ളം അവിടെ അവിടെ വെക്കെ. ഇഡ്ലി ജയ്സാല ഈ വീട്ടിലുള്ള ഒറ്റ സാധനത്തെ തൊട്ടുപോയത് എനിക്ക് മനസ്സിലായടി. അവൻ മുങ്ങി നടക്കുക. അവൻ വരുന്നവരെ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി പച്ച വെള്ളം നിനക്ക് കിട്ടത്തില്ല. പാട്ടിന് കിടന്നിട്ടില്ല. நான் தான் உங்க பொண்ணுன்னு சொல்லும்பா. அவ்வளோதான். ഇങ്ങ അംബാസിഡർ കാറെ കാണോ? എവിടെ കാറ്? എനിക്ക് വിശക്കടൂ. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. വീട്ടിൽ വേലക്കാരില്ലായിരുന്നു വെച്ച് വിളമ്പി തരാൻ. ശവത്തി കുത്തന്റെ ചെട്ടിയമ്മനെ ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. കപ്പലിലെ വാലന്റിയോ പറയാറുണ്ട്. അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. വിശ്വസിക്കോ? ആ പറയൂ. എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. മത്തങ്ങ തലയാന്ന് വിളിച്ചില്ലേ? എനിക്ക് നീ മതിയായിട്ടില്ലേ? ഇവളൊരുത്ത ഇതൊക്കെ വരുത്തി വെച്ചത്. നോട്ട് അടിച്ചെന്ന് ഇവളാ എന്നോട് കള്ളം പറഞ്ഞു. ചിരിക്കണു.
யாரா அது? அவர் தானே நீங்க கேரக்டர் மாறிட்டே உங்களுக்கு ജോളിയാണ് കേരക്ടർ മാറ്റുന്നത്. ഇവിടെ വന്നപ്പോഴാ കാര്യങ്ങൾ അറിഞ്ഞത്. എവിടെ അവളെ? എടി നന്ദിനി, ആരോഗ്യമില്ലാത്ത പെണ്ണാണല്ലോ എന്ന് വിചാരിച്ച് ഇവളെയൊക്കെ സഹായിക്കാൻ പുറപ്പെട്ട് എന്നെ തല്ലണം. മിണ്ടരുത്, മാട് പോലെ വളർന്നു കുട്ടിയാണ് ഒരു കുട്ടി. ഞാൻ ഒന്നും പറയണ്ട. ഇന്നലെ വരെ ജോജി എന്നെ വിളിച്ചിരുന്ന സാറ് കഴിവറ മോനെ എന്ന് വിളിച്ചില്ലേ? വിളിച്ചു കള്ളം പറയല്ലേ. ചായക്കടയില് 10 പേര് കേൾക്കെ വിളിച്ചോ? ഇവള് കാരണമല്ലേ എന്നെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് കോടതി കയറ്റാൻ സാറ് പറഞ്ഞില്ലേ? എന്താ ഏത്? അയ്യോ തെറ്റ് എന്റേതാണ് സാർ, സമ്മതിച്ചു. കൈയും കാലും പിടിച്ച് അയ്യോ പൊത്തോന്ന് പറഞ്ഞപ്പോ ഒരു പാവാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അവളെ സത്യത്തിലൊരു പാവം. പക്ഷെ കയ്യിരിപ്പ് മുഴുവൻ കുരുത്തക്കേടാ. ഇനി ഒരൊറ്റ നിമിഷം പോലും ഞാൻ അവളെ ഇവിടെ നിർത്തില്ല. സാർ എനിക്കറിയാം സാർ, സാർ എന്റെ വാക്ക് കേട്ട് അവക്ക് ഇവിടെ ജോലി കൊടുത്തു. അതിനെന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. അതിന് പഴനി പോയി തലമുട്ടടിച്ചാ പോരെ? അതെ ശരി. ഞാൻ നിന്നെ ചീത്ത പറഞ്ഞു. അതെ സാർ, ഇവളെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് സാർ എന്നെ പറഞ്ഞതെന്നറിയാം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. സാറിന്റെ വികാരം ഞാൻ മനസ്സിലാക്കും. അല്ല ആ ദേഷ്യം എനിക്ക് ഇപ്പൊ ഇല്ല. അങ്ങനെയാണല്ലോ, ദേഷ്യത്തിന് ഒരു പരിധിയില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ തല്ലണം. ഒരു പെണ്ണായതുകൊണ്ട് സാർ അത് ചെയ്തില്ല. തല്ലണമായിരുന്നു, തല്ലി കൊല്ലണമായിരുന്നു. ആര് ചോദിക്കാനാ? അല്ല എനിക്ക് സുഖമില്ല. ഇവള് തിരിഞ്ഞു നോക്കി കാണില്ല, എനിക്കറിയാം. അല്ല ഇവള് കാരണമാണല്ലോ സാറിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിർത്തില്ല. നീ പുല്ലും പറയണം. ആരെല്ലാം എന്തെല്ലാം പറയാൻ ശരി, ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇവിടുന്ന് പോകൂല പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവള് ഞാനുമായിട്ട് ഒരു പ്രശ്നമില്ല. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. സാറേ ഞാൻ പറയുന്നു, നീ ഒരു കുന്തം പറയണ്ട. ഇനി ഞാനൊരു പേര് വിളിച്ചോട്ടെ. പിള്ളേ. ഓഹോ, നീ ഇവിടെ എത്തിയല്ലേ? നിനക്കെന്താടി ഈ വീട്ടിൽ കാര്യം? അവകാശം പറഞ്ഞ് ഇവിടെ കയറി പൊറുക്കാനാണ് ഭാവമെങ്കിൽ ചവിട്ടി പുറത്തായി കളഞ്ഞാൽ. ഇറങ്ങടി, ഇറങ്ങാൻ. നീ പോവില്ല അല്ലേ? എന്താ കുട്ടി ഇത്? കുട്ടിയുടെ ഡാഡിയാ ഇവളിവിടെ നിർത്തി പോയിരിക്കുന്നത്. എന്നിട്ട് ഡാഡി എവിടെ? ഡാഡി കോയമ്പത്തൂർ പോയിരിക്കുക. ഡാഡി വരുന്നതിന് മുമ്പ് ഇവൾ ഇവിടുന്ന് പോയിരിക്കണം, അല്ലെങ്കിൽ സംഗതി കൂടുതൽ വഷളാവും. പറഞ്ഞേക്കാം. എന്താ കുട്ടി ഇത്? എന്താ കാര്യം? ജോജിന് ഇനി എവിടെയാ കിട്ടുക? വണ്ടി മാറ്റിയിടാ. മാറ്റാം. അതിനു മുമ്പ് കുഞ്ഞിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? കുഞ്ഞ് നന്ദിനിയെ തല്ലിയോ? നീ ആരാ ചോദിക്കാൻ? തമ്പ്രാന്ന് വിളിച്ചോണ്ടിരുന്നവനൊക്കെ എന്നാ തലേ കയറാൻ തുടങ്ങിയത്? ഞാനാ നന്ദിനിയെ വീട്ടിൽ കൊണ്ടുവിട്ടത്. ഓഹോ, നിനക്ക് ആ പരിപാടിയുണ്ടോ? ഇനി അവളുടെ ദേഹത്തെങ്ങാനും തൊട്ടെന്നറിഞ്ഞ നീയൊക്കെ ഈ റോഡെ കൂടെ ബൈക്കേ ചെത്തി നടക്കത്തില്ല. ഞാനിതെല്ലാം കൂടെ എടുത്ത് കൊക്കയിലെറിയും. ആ തമ്പുരാൻ പൊയ്ക്കോ. ഡാഡി എന്റെ മുമ്പിൽ പൊട്ടാൻ കളിക്കരുത്. എന്തൊക്കെയാണ് ഈ ഒളിച്ചുകളുടെ അർത്ഥം? ഒളിച്ചു കളിക്കുന്ന ഡാഡിയാ. അച്ഛനും മോളും മോളെ കുണ്ടയും കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ അഭിനയിക്കണ്ട. ഉത്തരം മുട്ടമോളെ ഷട്ടപ്പ് ഉണ്ടല്ലോ, അതും ഇനി എന്റെ അടുത്ത് വേണ്ട. ഇനി ഒരു നിമിഷം എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കരുത്. ആ ഞാനിപ്പോ പോവും, പക്ഷെ തിരിച്ചു വരും എല്ലാരെയും കൊണ്ട്. നന്ദിനി അച്ഛനെ കാണുന്നതല്ലേ, പക്ഷെ അതിനെന്തിനാണ് ഈ നാടകം? പകരം വീട്ടാനോ അവകാശം സ്ഥാപിക്കാനോ? ജോജി അസലായിടാ, അളി അസലായി. നമ്മൾ തമ്മിലുള്ള അടുപ്പം സ്വല്പം കൂടിപ്പോയത് കൊണ്ട് നിനക്കെന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നാന്തരം വിഡ്ഢിയാക്കാനും നിനക്ക്. ആ പോട്ടെ, നിനക്ക് എന്താണ് ഈ കച്ചവടത്തിൽ ലാഭം? ഒന്നും ഉദ്ദേശിച്ചല്ല. നന്ദിനി അവർക്ക് വേണ്ടി വേണ്ട, വിസ്തരിച്ച് വൃത്തിയിടാക്കണം. വളഞ്ഞ വഴികളായതുകൊണ്ട് പറയാൻ സമയമെടുക്കും. കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. அந்த சீனை ரொம்ப பெருசா எதிர்பார்த்தேன். சப்பையே முடிச்சு இல்லை வேற மாதிரி எடுத்து போயிட்டான். அவர் அப்செட் ஆகிட்டு ஏமாத்திட்டாங்க. இதுவும் இவருக்கு எல்லாத்தையும் சொத்து வச்சு தான் மாட்டிடுறாரு வந்து. എന്താ എല്ലാരും കൂടെ? ഇത് ഞങ്ങളല്ല അമ്മാവന്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
എനിക്കത് ഇഷ്ടമല്ലെങ്കിലോ? നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് നടക്കരുത് പറയാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വല്യക്ക് സുപ്രീം കോടതി ജഡ്ജായിരുന്നത് ഞങ്ങൾക്കൊരു അന്തസ്സായിരുന്നു. ഓഹോ, ഇപ്പൊ എന്തുണ്ടായി? നിന്റെയൊക്കെ അന്തസ് ഉരുകി വീഴാൻ. ഇതിൽ കൂടുതൽ എന്തുണ്ടാവാൻ? വീടും കുടുംബവും മറന്നിട്ട് നേരെ ചൊവ്വയല്ലാത്ത ഒരു ബന്ധത്തുണ്ടായ പെണ്ണിനെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാല് ഞങ്ങളെങ്ങനെ വെളിയിറങ്ങി നടക്കും? നിർത്തടാ പട്ടി. ഞാൻ ഉണ്ടാക്കി തരാത്ത എന്ത് പുല്ലടാ നിനക്ക് നഷ്ടപ്പെടാൻ? ഞാൻ ജീവിക്കുന്ന എന്റെ ഇഷ്ടത്തിനാ. നിനക്കൊന്നും അന്തസ്സുണ്ടാക്കി തരല്ല അല്ല എന്റെ ജോലി. അച്ഛൻ ഒരിക്കലും അച്ഛന്റെ ഇഷ്ടത്തിന് ഞാനെതിരല്ല. സ്വന്തം മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ മറന്നിട്ടാണ് ഈ ജീവിതം നോക്കണം. ഈ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് പിള്ളസാറിന് അറിയാമോ? ഇല്ല. അനന്തരവർക്ക് അമ്മാവനെ അറിഞ്ഞൂടാ, കൊച്ചുമക്കൾക്ക് അപ്പൂപ്പനെ അറിഞ്ഞൂടാ. ഏതായാലും ഭാഗ്യം, മക്കൾക്ക് തന്തയറിയാം. ഇത്രയൊക്കെ വെറുക്കാൻ മാത്രം അച്ഛനോട് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഈ എരണം കെട്ടവളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒടുവിൽ അവളും വേണ്ട ഞങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ? ഇപ്പൊ അവള് വന്നപ്പോ ഞങ്ങളെ ഓർത്തില്ലല്ലോ. അമ്മാവന് കുടുംബമാണോ വലുത്, അതോ ആ നിൽക്കുന്ന പെണ്ണോ? ആരാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി അച്ഛൻ. പറഞ്ഞോളൂ അച്ഛ, അതോടെ അവസാനിക്കുമല്ലോ എല്ലാം. ഇവിടുന്ന് പോണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ സ്വാർത്ഥതയാണെന്ന് വേണമെങ്കിൽ പറയാം. പലരുടെയും ജീവിതത്തിന്റെ പ്രശ്നമാണ്. എല്ലാം മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് നന്ദിനിക്കില്ലേ? മുത്തോ, സമർക്കാനില്ലേ? അർജന്റായിട്ടൊരു കാര്യം പറയണം. ആ പെണ്ണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മാവന്റെ മനസ്സ് മാറിയാൽ സംഗതി വീണ്ടും കുഴപ്പമാവും. അവരുടെ ശവം പോലും ഇനി ആരും കാണരുത്. அசால்ட்டா குத்தினுங்கிறான். साला तुम लोग क्या देखते हैं? क्या अपना काम करो. இவ்வளோ வந்துட்டாரா? இது கடகம் போ. പിള്ളേ ഇറങ്ങി വാടോ. ആ ഉറങ്ങിക്കാണത്തില്ലെന്ന് എനിക്കറിയാം. തനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലടോ. തന്തയ്ക്ക് ചുണയില്ലെന്ന് എനിക്കറിയാം. മക്കൾക്ക് മരുമക്കൾക്ക് ചുണ ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അതറിയാൻ ഞാൻ വന്നിരിക്കുന്നത്. ആരുമില്ലേ? ഗുഡ് നൈറ്റ് യുവർ ഓണർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സർ, ഇന്നലെ രാത്രി ഞാൻ കുടിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നല്ല ബോധത്തോടെ ഒന്നുകൂടെ പറയാൻ വേണ്ടിയാ ഞാൻ ഇവിടെ കാത്ത്. കുടിച്ചിട്ട് പറയുന്ന സത്യവും കുടിക്കാതെ പറയുന്ന കള്ളവും ഒക്കെ എനിക്ക് മതി. ജോലി, എനിക്കും എന്റേതെന്ന് പറയാൻ ആരുമില്ല. ബംഗ്ലാവിൽ ഇന്ന് ഞാൻ പൂമാലയിട്ട് പൂജിക്കുന്ന വലിയ ചിത്രത്തിലെ ദൈവത്തിന് വേണ്ടി എനിക്ക് പലതും മറച്ചു വെക്കേണ്ടി വന്നു. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. നിന്റെ നന്ദിനി കുട്ടിക്ക് ഉടനെ அவன் எங்கடா? ഞാനാണ് പറയുന്നത്. இது ரெஸ்கியூ பண்ணிட்டாரு அவரு. നീ വിശ്വസിക്കണം. വർഷങ്ങളായി എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു കേസിന്റെ വിധി ഇന്ന് ഞാൻ പറയാൻ പോവുകയാണ്. നന്ദിനിയെ വളർത്തിയതും പഠിപ്പിച്ചതും ഞാനാണ്. ഞാനും ഇവളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എന്റെ കുടുംബത്തെ വരെ എനിക്ക് മറക്കേണ്ടി വന്നു. ശരിയാണ്. കുറെ കാലമായി ഇവളെ മറന്ന് എന്റെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും. ഒരിക്കൽ എന്നെ കാണാൻ വേണ്ടി എന്റെ കുടുംബത്ത് കയറി വന്ന ഇവൾ എങ്ങനെ ഭ്രാന്താശുപത്രിയിലായെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. അത് എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് എനിക്കും അറിയാം. പക്ഷെ ഇവള് വീണ്ടും അച്ഛനെ തേടി വന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ വിധി പറയാൻ പോകുന്ന കേസ് ഇതല്ല. ഈ നിൽക്കുന്ന നന്ദിനിയുടെ അമ്മയെ തനിക്ക് ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജഡ്ജിയും താൻ പ്രോസിക്യൂട്ടറും ആയിരുന്ന ഒരു കോടതി മുറിയിലേക്ക് വേശ്യാവൃത്തിക്ക് കേസ് ചാർജ് ചെയ്തുകൊണ്ടെന്ന സുന്ദരിയായ ഒരു ദേവകിക്കുട്ടി. എനിക്ക് ഓർമ്മയില്ല. ഇല്ല,
എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വലിച്ചടയ്ക്കുന്നത്? ആൻസർ ടു ദ പോയിന്റ്. നിനക്ക് ഓർമ്മയില്ല? 20-22 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ദേവക ഗർഭിണിയാണെന്നും അത് പുറത്തറിഞ്ഞ് വിവാഹം മുടങ്ങിയ കുടുംബത്തിന്റെ അന്തസ്വാഭിമാനവും തകർന്നു വീഴുമെന്നും പറഞ്ഞ് വിളറി വിയർത്ത് എന്റെ ചേംബറിലേക്ക് ഓടിക്കയറുമെന്ന് നിന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. സ്വന്തം തെറ്റുകളെ മറ്റുള്ളവരുടെ പുറത്ത് പഴിച്ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? അന്ന് എനിക്ക് നിന്നോട് സിമ്പതി തോന്നിയില്ല. പക്ഷെ നിന്റെ അച്ഛൻ, എന്നെ ഞാനാക്കിയ വലിയ മനുഷ്യൻ, ഈ അപമാനം താങ്ങാനാവാതെ ആത്മഹത്യക്ക് പോലും മുതിർന്നേക്കുന്നുള്ള ഭയം കൊണ്ട് നീ ചെയ്ത പാപത്തിന്റെ ഭാരം ഞാൻ അപ്പോ നന്ദിനിയുടെ അച്ഛൻ ഇവനാണ്. എന്നാ ആർക്കും വിശ്വാസം വരുന്നില്ലേ? ഈ സംഭവത്തിന് ഒരു സാക്ഷിയേ ഉള്ളൂ, ദേവകി. അവരൊന്നും ജീവിച്ചിരിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാൻ നിനക്ക് പറ്റുമോ? എങ്കിലും ഇത് എന്റെ മകളാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അതെ, ഇവൾ എന്റെ മകളാണ്. നമ്മുടെ മകളായിട്ട് ഇവളെ സ്വീകരിക്കാൻ നിനക്ക് വേണ്ട. ഏത് വഴി പോകുന്ന ഒരു അനാഥയ്ക്ക് അച്ഛനാകാം. ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടായാൽ മതി. തെളിവുകൾ നിരത്തി സാക്ഷികളെ വിസ്തരിച്ച് കോടതി കൽപ്പിച്ചാൽ ആ അച്ഛന്റെ പക്കൽ നിന്ന് മകൾക്ക് ചെലവ് കാശ് കിട്ടും. പക്ഷെ സ്നേഹം കിട്ടും, വാത്സല്യം കിട്ടും, മനസ്സ് തുറന്നൊന്ന് മോളെ വിളിക്കാൻ പറ്റും. ഞാൻ തേടി വന്ന എന്റെ അച്ഛനെ ഞാൻ കണ്ടു. ആരും സമ്മതിക്കണമെന്നില്ല. എന്റെ അച്ഛൻ ഇതാണ്. ഈ അച്ഛൻ മതി എനിക്ക്. ഇത്രയും കേട്ടാൽ മതി എനിക്ക്. ഇനി ഉപദ്രവിക്കില്ല, ഒരിക്കലും കാണാനും വരില്ല, മനസ്സിൽ വെച്ച് സ്നേഹിക്കാനെങ്കിലും. അവൾ ഒറ്റയ്ക്കാണ്. ഒരു ജീവിതം കൊടുത്താൽ കൊടുക്കാൻ ജീവിതമൊന്നും എന്റെ കയ്യിലില്ല. സ്നേഹിക്കാൻ അറിയാം, വേണമെങ്കിൽ 2 കൈകളുണ്ട്. പക്ഷെ അത് പോരല്ലോ ജീവിക്കാൻ. നിനക്ക് അവിടെ ഇഷ്ടമാണോ? വളരെ ഇഷ്ടം. അവൾക്കോ? ഞാൻ ചോദിച്ചിട്ടില്ല. എന്നെ വളർത്തി വലുതാക്കിയ അമ്മമാരുടെ അടുത്തേക്ക് അവിടെ എനിക്കൊരു മുറിയുണ്ട്. ആഹാരം കഴിക്കാൻ ഒരു പ്ലേറ്റും വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ്സും ഉണ്ട്. സ്നേഹം മാത്രം വിളമ്പാൻ അറിയാവുന്ന കുറെ സഹോദരിമാരും അവരോടൊപ്പം കൂടും. എന്നെപ്പോലെ മഠത്തിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. കൂത്ത് കഴിഞ്ഞപ്പോ അവൾ അവളുടെ പാട്ടിന് പോയി. നമ്മള് ഷെട്ടിലുമായി. എന്നടാ ആ പെങ്കൊച്ചു പോയോ? ആ, നാളെ പോവല്ലേ. ആന്റിയോടൊക്കെ യാത്ര ചോദിക്കാൻ പോയിരിക്കുക. നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവള് പറഞ്ഞു ഗുഡ് ബൈ എന്ന് പറഞ്ഞു. വളരെ അടുത്തു പോയവർക്കും ബന്ധത്തിന്റെ ആഴം നോക്കാതെ എവിടെ വെച്ചും എപ്പോഴും കൈകൊണ്ടിങ്ങനെ ഗോഷ്ടി കാണിച്ച് യാത്ര ചോദിക്കാവുന്ന குட் பை எங்க குட் பை. எனக்கு பாக் பஸ்டர் ஹிட் எல்லா படங்களும் ஆனா கடைசி வரைக்கும் எந்த ஹீரோயின் கூட சேர்ந்து வாழக்கூடாதுடா. അവരെ സഞ്ചരിച്ച് പൊട്ടിച്ചിരിച്ച് സന്തോഷം തിരിച്ചു പോകും. അവരെ പൊട്ടിച്ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിട്ട് ജീവിക്കുന്ന കോമാളിയും കുരങ്ങനുമാണ് ഞാനും നീയൊക്കെ. ஏடி இறங்கி அங்கே போனால் நிற்க மாட்டாங்க. நான் ட்ரெயின் ஓடுற ட்ரெயின் வர நிற்க மாட்டேன். அந்த மியூசிக் போட்டு விட்டு இப்போ போறாரா ஃபிலிம் பை பிரியதர்ஷன்.
என்னோட கடைசி வரைக்கும் ஓடுதுடா அது. ஸ்டார்டிங்கே ஆரம்பிச்சு இதுதான். படம் வந்து பேர் சொல்லுங்க பாரு. ஐயோ கில்கம். கில்கம். ஆனா என்னன்னா படம் பேருக்கும் படத்துக்கும் என்ன சம்பந்தம், என்ன எதுக்கு ஜிங்கிள்? அவங்க வந்து கலகலன்னு இருந்தாங்க ஃபர்ஸ்ட் ஹாஃப்ல, அது நம்பி வச்சிருக்காங்க. இல்லை என்னன்னு தெரியல, மேபி நம்மளுக்கு அது புரியல போல. ஏன்னா நானும் ரொம்ப நோட்டீஸ் பண்ணி பார்த்தேன், ஏதாவது ஒரு டைலாக்ல கில்கம் அப்படின்னு வார்த்தை வரும் அப்படின்னு. ஆனால் ஒன்றே வந்தா லைக் சித்திரம் மாதிரி அந்த அளவுக்கு இல்லை. ஆமாம், சித்திரம் அளவுக்கு அந்த அளவுக்கு வரல. எனக்கு ஃபர்ஸ்ட் மோகன்லால் மூவியே கிடையாது இது. ஆமாம், ரேவதியோட மூவி தான். அவர் வந்து சைட் கேரக்டர் சப்போர்ட்டிங் சித்திரம் வந்து அப்படி ஒரு மாதிரி ஃபன்னாகவும் ட்ராமா சூப்பரா போச்சு. ஒரு ஹோல்டு வச்சா ஒரு அந்த அதுக்கப்புறம் படம் வேற லெவலுக்கு. இது ஹோல்டு நிக்கல அது. ஏன்னா அந்த ரிவல் சீன்லாம் நான் பெருசா எதிர்பார்த்தேன் நான். இப்போ அது சித்திரம்ல பார்த்தேன்னு வச்சுக்கேன், அவருக்கு வந்து அந்த அவரோட பாஸ்ட் நம்ம கொஸ்டின் என்னடா எதுக்குடா ஒரு 10,000 கேட்டுனேங்கிறாரு அப்படின்னு சொல்லி நம்ம கொஸ்டின். அந்த ரிவல் சீன் சூப்பரா இருந்தது. நான் இந்த மாதிரி கிரிமினல் இந்த மாதிரி ஆயிடுச்சு அப்படின்னு சொல்லிட்டு ஒரு ஃபிளாஷ்பேக் போயிட்டு வரும்போது நல்லா இருந்தது. இதுல என்னன்னா போற போக்குல வந்து என்னப்பா அப்பனும் பொண்ணும் வந்து நான் விளாண்டுக்கிறீங்களா அப்படின்னு சொல்லிட்டு அவர் பாட்டு ரிவீல் பண்ணிட்டு போயிட்டாரு அவரு. ஏன் சொல்லி இல்லை, அவரு எனக்கு தெரிஞ்சு ரியாக்ட் பண்ணாது, இதனால தான் ரியாக்ட் பண்ணாமல் இருக்காருன்னு நினைக்கிறேன். அது மேபி இருக்கலாம், அவரோட டாக்டர் இல்லை அப்படிங்கிறது இருக்குல்ல, அதனால இது பண்ணிக்கலாம். ஆனால் அந்த ட்விஸ்ட் எதிர்பார்க்கவே இல்லை. நான் அவர் சும்மா தான் வச்சுருந்தாங்க நினச்சேன், பொல்லாதவன் அப்பா கேரக்டர். ஆனால் அவர் ஒரு இது வச்சாங்க. ஓகே, மூவி வந்து ஓகே நாட் பேடு. பட் ஆனால் வந்து நிறைய 2 ஹவரில் சூப்பராக பண்ணி முடிச்சுட்டு இருக்கலாம். அது ஸ்டாக் ஷாட்ஸ் இத்தனைக்குமே நிறைய கட்டு தெரியுமா, ஏகப்பட்ட அப்டப்டா கட்டு. ஆமா தெரியுது. நீ கூட கடைசியில் டைலாக் மோகன்லால் வாய் தர கட்டு அடுத்த சீன் போயிடுது. அடுத்து 3 hours மூவி. ஆமா, நம்ம பார்த்ததுல அதே மாதிரி வந்து நிறைய கேரக்டர் வந்து படத்துல தேவையில்லை. வில்லன் கேரக்டர்லாம் அந்த இந்திக்கார கேரக்டர் ஓடுற சொல்லு அதெல்லாம் அது ஒண்ணு. அதே மாதிரி மேபி நீங்க இந்த வெர்ஷன்ல பார்த்து நாங்க அப்லோட் பண்ண வெர்ஷன்ல இருந்திருக்காது. ஏன்னா ஸ்கிரிப்ட்ல நாங்க எடிட் பண்ணி சில கேரக்டர்ஸ்லாம் தூக்கி இருக்கோம். ஸோ அது அதே கொலை பண்ணிட்டு கொலை இல்லடா, கையை வெட்டிட்டாங்கடா போலீஸ். போலீஸ் தெரியும் அது. அப்புறம் இன்னோசன்ட் நிறைய சீன் வந்து தேவையில்லை. ஐயோ, அந்த இந்த சீன்லாம் முடியலனால அந்த பம்ப்கின் ஹெட் எல்லாம் திட்டினாரு. அது போறாரு வர்றாரு அது ஒன்றுமே செட் ஆகல. ஸோ செகண்ட் ஆவரேஜ் மூவி நாங்கள் பார்த்த கிளாசிக்ஸில். அதே மாதிரி நிறைய ஜெகதீஷ் காமெடி வந்து ரொம்ப சிரிக்கணும்னு பண்ண மாதிரி இருந்தது. ஆனால் அந்த சீன் ஆயிடுச்சு. அது ரொம்ப பாவம், ரொம்ப ஃபிசிக்கலாக ரொம்ப போட்டு அபியூஸ் பண்ண மாதிரி இருக்குது படத்தில். அவர் நிறைய பத்துல பழைய பத்துல எல்லாம் பிசிக்கலா அபியூஸ் பண்ற மாதிரி தான். அதான் ஏஞ்சிங் முள்ள போல அவள இப்போ அடிச்சு அடிக்கி இப்போ பாரு நீங்க பாவமா இருக்கு சில இடத்துல எல்லாம். அது ஒரு ஷாட்ல இருந்து ரேவதி தள்ளுறாங்க, அப்படியே குளத்துல விழுந்துடுறாரு. அது வந்து அது நிஜமாலே விழுந்துடுது. பாவமா இருக்கு பாக்குறதுக்கு. ஆனா அவர் பாவம், அவர் கூட்டு வந்து இப்படி வாலண்டரியா அடிக்கிறீங்க நீங்க. ஓகே, மூவிஸ் ஓகே, நாட் பேட்னு சொல்ல மாட்டேன், அதே மாதிரி நாட் கிரேட்னு சொல்ல மாட்டேன். கிளாசிக்ஸ்க்கு வர்த் இல்லை. 8.6 IMDb கொடுத்துருக்காங்க. ஆனால் நம்ம இன்னொரு வீடியோவில் ஓகே மூவி நல்ல மூவி பார்ப்போம். நல்ல மூவி பார்ப்போம். அண்ட் சரி, பரத் சைனிங் ஆஃப். சப்ஸ்கிரைப்.